14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ മാനവികതയുടെ മിഴിവുള്ള ജീവിതം നയിച്ച മഹാനുഭവൻ, വിശ്വാസ വിസ്മയങ്ങളുടെ കടലാഴങ്ങളിൽ നബിയെ തേടുന്ന ജനകോടികളുടെ അനർഘ സാന്നിധ്യം, തിരുതാഹ സ്വാദിഖുൽ അമീൻ മുഹമ്മദ് നബി റസൂലുള്ള. തിരുദൂതരുടെ വഴിവെളിച്ചം പ്രസരിപ്പിക്കുന്ന സവിശേഷ വേദിയാണ് സംവാദ സദസ്സ്. സംവാദ സദസ്സിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നു ഇസ്ലാമിക പ്രബോധകനും സാമൂഹിക മാധ്യമങ്ങളിലെ സവിശേഷ സാന്നിധ്യവുമായ PM അയ്യൂബ് മൗലവി, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി, പ്രഭാഷകരും ചിന്തകരുമായ T മുഹമ്മദ് വേളം. മുഹമ്മദ് നബിയും വിമർശകരും സംവാദ സദസ്സിൽ നമ്മോട് സംവദിക്കുന്നു. സംവാദ സദസ്സിന് തുടക്കം കുറിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് ഫദലുർ റഹ്മാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വചനം മൊഴിഞ്ഞ ആരുണ്ട്? നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നീ തടയുക. അപ്പോൾ നിന്നോട് ശത്രുതയിൽ കഴിയുന്നവൻ ആത്മമിത്രത്തെപ്പോലെയായിത്തീരും. ക്ഷമ പാലിക്കുന്നവർക്കല്ലാതെ ഈ നിലവാരത്തിൽ എത്തുവാൻ സാധ്യമല്ല. മഹാഭാഗ്യവാന്മാർക്കല്ലാതെ ഈ പദവി ലഭ്യവുമല്ല. സദഖല്ലാഹുൽ അലീം. നാസ്തികരും ലിബറലുകളും ഇസ്ലാഫോമുകളും തീർത്ത വിദ്വേഷത്തിൻ്റെ കന്മതിലുകളെ ഭേദിക്കുന്ന പ്രവാചക വെളിച്ചം. 23 സംവത്സരങ്ങളുടെ ഹൃദയഹാരിയ ചരിതം മാനവ സംസ്കൃതിക്ക് അതുല്യമായ നിധിയാണ്. മാനവികതയുടെ മഹാതിശായിയായ പ്രവാചകനെക്കുറിച്ചുള്ള സംവാദ സദസ്സിന് സ്വാഗതമതുന്നു ഷാമിൽ ഉമർ, SIO കൊടിയത്തൂർ ഏരിയ പ്രസിഡന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
SIO കൊടിയത്തൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കേരള ഇപ്പോൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനുണ്ട്. വെളിച്ചമാണ് തിരുദൂതർ എന്ന് റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പയിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മിഥ്യാധാരണകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളെയൊക്കെ അത് സത്യമായത് ജനങ്ങളെ അറിയിക്കുവാനും അതിനുവേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഭാഗമായിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ കേരളമൊട്ടാകെ നടക്കുന്നത്. ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് SIO കൊടിയത്തൂർ ഏരിയ, ജമാഅത്തെ ഇസ്ലാമി കൊടിയത്തൂർ ഏരിയ, JIO, സോളിഡാരിറ്റി, വനിതാ വിഭാഗം എന്നിവരുമായി കൂടിച്ചേർന്നുകൊണ്ട് നടത്തുന്ന മുഹമ്മദ് നബിയും വിമർശകരും എന്ന ഈ ഒരു പരിപാടിയിൽ നമ്മോടിന്ന് സംവദിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി കേരള സ്റ്റേറ്റ് സെക്രട്ടറി T. മുഹമ്മദ് വേളം, ഇസ്ലാമിക പ്രബോധകൻ PM അയ്യൂബ് മൗലവി, EN ഇബ്രാഹിം മൗലവി, സോളിഡാരിറ്റി പ്രസിഡന്റ് ഷാഹിദ് K. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലെ അധ്യക്ഷനായിട്ടുള്ള EN അബ്ദുൾ റസാഖ് സാഹിബ്, ഇവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ വന്നിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണത്തിനായി EN അബ്ദുൾ റസാഖ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബിയും വിമർശകരും സംവാദ സദസ്സിൻ്റെ അധ്യക്ഷത EN അബ്ദുൾ റസാഖ്, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ വേദിയിലെത്തിയിട്ടുള്ള ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി T. മുഹമ്മദ് വേളം, നമ്മളേവരും ആകാംക്ഷയോടുകൂടി വാക്കുകൾക്ക് വേണ്ടി കാതുകൂർപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിക പ്രബോധകൻ ജനാബ് PM അയ്യൂബ് മൗലവി, നമ്മുടെയൊക്കെ ഗുരുവര്യൻ EN ഇബ്രാഹിം മൗലവി, ഈ വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമി കൊടിയത്തൂർ ഏരിയ സെക്രട്ടറി കാവിൽ ബഷീർ സാഹിബ്, SIOവിൻ്റെ കൊടിയത്തൂർ ഏരിയ അധ്യക്ഷൻ ഷാമിൽ ഉമർ, സെക്രട്ടറി സലീജ് ഹസൻ, വനിതാ ജമാഅത്തെ ഇസ്ലാമി ഏരിയ കൺവീനർ P. ഷരീഫ ടീച്ചർ, GIOവിൻ്റെ ഏരിയ അധ്യക്ഷ നഷ്വ, സെക്രട്ടറി ജന്ന തുടങ്ങി വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുള്ളത് ഒരുപാട് അനുഗ്രഹങ്ങൾ സിദ്ധിച്ച കാലത്താണ്. അറിയാനും അറിയിക്കാനും ഒട്ടേറെ സൗകര്യങ്ങളുണ്ട് ഈ കാലത്ത്. പക്ഷേ ഈ അറിവിൻ്റെ നടുത്തളത്തിൽ പോലും വികലമായ ധാരണകൾ വെച്ചു പുലർത്തുന്ന, ബോധപൂർവം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും കണ്ണു തുറന്ന് സത്യങ്ങളെ കാണാൻ ശ്രമിക്കാത്ത, വിവിധ കോലത്തിലും രൂപത്തിലുമുള്ള ആളുകളുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ സന്ദേശം
പലവിധത്തിൽ കൈമാറുമ്പോഴായിരിക്കും ആളുകൾക്ക് ശരിയായ നൂർ, വെളിച്ചം, പ്രകാശം ലഭിക്കാൻ സാധിക്കുക. ഈ ഒരു ധാരണ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് കിട്ടാവുന്ന നല്ല സന്ദർഭങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പല തലക്കെട്ടുകളിലായിട്ട് നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസമായി വെളിച്ചമാണ് തിരുദൂതർ എന്ന തലക്കെട്ടിൽ അള്ളാഹു മനുഷ്യലോകത്തിന് നിയോഗിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിവിധ വീക്ഷണങ്ങളെ മനസ്സിലാക്കുവാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലുടനീളം, അല്ല ഇന്ത്യ രാജ്യത്തൊട്ടാകെ. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടിയത്തൂരിൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സുപ്രധാന വിഷയം തലക്കെട്ടായി മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാനും മുഹമ്മദ് നബിയെക്കുറിച്ച് ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ സംശയം ദൂരീകരിക്കുന്നതിനൊരു സന്ദർഭം ഒരുക്കാനുമാണ് ഇത്തരമൊരു വേദി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദ് നബിയെക്കുറിച്ച് ആരും ഉന്നയിച്ചിട്ടില്ലാത്ത ഒട്ടേറെ ആരോപണങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേൾക്കാനിടയായത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ചരിത്രവും വായിക്കുമ്പോൾ അതിൽ നിന്നെങ്ങനെ അടർത്തി മാറ്റി കോട്ടി മാറ്റി മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ വികലമാക്കാം. ആളുകൾ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനെങ്ങനെ തടയിടാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളും ആളുകളും ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. ഈ നൂറ്റാണ്ട് അതിൽ വലിയ പുരോഗതി നേടിയെന്ന് കരുതപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഞാൻ നീട്ടിപ്പറയുകയല്ല. ഇത്തരമൊരു സന്ദർഭത്തിൽ ഏതെല്ലാം വിഷയങ്ങളിലാണ് മുഹമ്മദ് നബിയെ, ആ വ്യക്തിത്വത്തെ, ആ സന്ദേശത്തെ, വിശിഷ്യ അള്ളാഹുവെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ മർമ്മം മനസ്സിലാക്കാനും പഠന ഗവേഷണങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുമൊക്കെ ഇത് ഉപകരിക്കുമെന്ന അർത്ഥത്തിലാണ് നമ്മളിതിന് മുൻകൈയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കാതലായ വശങ്ങളിലേക്ക് തീർച്ചയായും നമ്മുടെ അതിഥികൾ കടക്കുമെന്നാണ് നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ലഭിക്കാതെ പോയാൽ വലിയ നഷ്ടമുള്ളൊരു വെളിച്ചമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല കൊളുത്തി വെച്ചിട്ടുള്ളത്. ആ വെളിച്ചത്തിൽ നിന്ന് ഇത്തിരി വെളിച്ചമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടാൽ മാത്രമേ ജീവിതം പ്രകാശപൂർണമാവുകയുള്ളൂ. ജീവിതത്തിന് ശേഷം മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും അവിടെ നമ്മെ രക്ഷപ്പെടുത്തുവാൻ ഈ ഒരു സന്ദേശത്തിനെ സാധ്യമാകൂവെന്നും യുക്തിഭദ്രമായി ഏതൊരന്വേഷണത്തിലൂടെയും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക തന്നെ ചെയ്യും. പക്ഷേ കുയുക്തിയല്ല, യഥാർത്ഥ യുക്തിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ കടന്നു വന്ന ഒരു പ്രബോധകനാണ് PM അയ്യൂബ് മൗലവി. അദ്ദേഹം ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത് എന്നുകൂടി ഇൻഷാ അല്ലാഹ് സന്ദർഭം പോലെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമെന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എൻ്റെ മുഴുവൻ സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും വേദിയിലെ ബഹുമാന്യരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മളോട് ഇതിന് തുടക്കം കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കേരളയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാന്യനായ സുഹൃത്ത് ടി മുഹമ്മദ് വേളത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളുടെ ഈ ഒത്തുചേരൽ
അവൻ്റെ രേഖകളിൽ രേഖപ്പെടുത്തുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പല വിധത്തിൽ ഈ സന്ദർഭത്തെ, ഈ സംഘാടനത്തെ സഹായിച്ചിട്ടുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചും പരലോകത്ത് പ്രതീക്ഷകൾ അർപ്പിച്ചും അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവേശ്വരനും മാലാഖമാരും സർവദാ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാനവികതയുടെ മഹാതിശായിയായ പ്രവാചകനെ ജീവിത വഴികളെ വിഷയാവതരണത്തിലൂടെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ടി മുഹമ്മദ് വേളം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള എൻ്റെ ഗുരുവര്യൻ എൻ ഇബ്രാഹിം മൗലവി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാ രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എതിരാളികൾ ഉന്നയിക്കുന്ന, നമ്മുടെ കാലത്ത് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ വേണമെങ്കിൽ രണ്ട് തലക്കെട്ടുകളാക്കി തിരിക്കാം. ഒന്ന് യുദ്ധ സംബന്ധിയായുള്ളതാണ്, മറ്റൊന്ന് സ്ത്രീ സംബന്ധിയായി അല്ലെങ്കിൽ വിവാഹ സംബന്ധിയായൊക്കെ ഉള്ളതാണ്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ്. നബി നിരന്തരം യുദ്ധം ചെയ്യുകയും നിരപരാധികളുടെ സമ്പത്ത് പിടിച്ചെടുക്കുകയും അങ്ങനെ ഇസ്ലാം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് ആരോപണം. അപ്പോൾ ഈ ആരോപണത്തെ പരിശോധിക്കണമെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഒരു സാമൂഹിക ജീവിയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒരു അധികാരി വേണം. ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ്, പണ്ട് രാജാക്കന്മാർ, ഇങ്ങനെയൊക്കെ ആളുകളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അധികാരശക്തി വേണം. അധികാരശക്തി, ഒരു നാട്ടിലെ അധികാരശക്തി ആരാണ് എന്നതിൽ തർക്കങ്ങളുണ്ടാവും. ഒരു കൂട്ടർ ഭരിക്കുന്നു, അവർക്കെതിരായിട്ട് വേറൊരു കൂട്ടർ രംഗത്ത് വരുന്നു. അപ്പോൾ സംഘടന ഉണ്ടാവും. സംഘടന ഉണ്ടായാലും അതിലൊരു തീരുമാനം ഉണ്ടാവണം. കാരണം ആരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ലെങ്കിൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് യുദ്ധം ഉണ്ടാവും. യുദ്ധത്തിൽ ആരാണോ ജയിക്കുന്നത് അവരാണ് ആ സമൂഹത്തിൽ, അവരെ മറ്റൊരു കൂട്ടർ അല്ലെങ്കിൽ ഇവർ തന്നെ പരാജയപ്പെടുത്തുന്നത് വരെ അവരാണ് ഭരിക്കുക. ഇത് അന്ന് എല്ലാവരും അംഗീകരിച്ചൊരു തത്വമാണ്. ഇത് ഇസ്ലാമിൻ്റെ തത്വമല്ല. എന്ത് തത്വമാണ്? അന്ന് നാട്ടിൽ നടപ്പുള്ള പൊതുതത്വമാണ്. അപ്പം ഞാൻ സദസ്സിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നുണ്ട് സമൂഹം, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരാണ്, കേരള സംസ്ഥാനത്തിലുള്ള ആളുകളാണ്, കൊടിയത്തൂർ പഞ്ചായത്തിലെയോ ഒക്കെ ആളുകളാണ്. അപ്പം ഇവിടെ ഇപ്പോൾ അധികാരം ആർക്കാണ്? ഇപ്പോഴും തർക്കമുണ്ട് അല്ലേ? പക്ഷെ അതെങ്ങനെയാണ് തീരുമാനിക്കുക? ഇന്നത്തെ കാലത്ത് എങ്ങനെ തീരുമാനിക്കുക? തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് തീരുമാനിക്കുക അല്ലേ? അതിനൊരു കാലാവധി വെച്ചിട്ടുണ്ട്. 5 കൊല്ലം കൂടുമ്പോൾ ഇത് പരിശോധിക്കും, തെരഞ്ഞെടുപ്പ് നടത്തും. ആരാണോ ജയിച്ചത് അവർ 5 കൊല്ലം നമ്മളെ ഭരിക്കും. വേറെ കാരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഗവൺമെൻറ് രാജിവെച്ച് പോകേണ്ടുന്ന പ്രത്യേകിച്ച് സംഭവമൊന്നും ഇല്ലെങ്കിൽ 5 കൊല്ലം ഭരിക്കും. 5 കൊല്ലത്തേക്കാണ് നമ്മളവരെ തിരഞ്ഞെടുക്കുന്നത്, മാൻഡേറ്റ്. ഇതൊരു പുതിയ ഏർപ്പാടാണ്. ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇനി കുറേ കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കെ വരുന്ന കാലത്ത് ലോകത്ത് അധികാരം തീരുമാനിക്കാനുള്ള വഴി യുദ്ധമാണ്. യുദ്ധത്തിൽ
ജയിക്കുന്നവർക്ക് അധികാരം. അത് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന കാര്യമാണ്. ജയിച്ചാൽ ജയിച്ചവർക്ക് അധികാരമുണ്ട്, തോറ്റവർ ഞങ്ങൾ തോറ്റു എന്ന് അംഗീകരിക്കും അല്ലേ. ഇന്ന് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഒരു കക്ഷി തോറ്റാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, ഞങ്ങൾ ജനവിധി മാനിക്കുന്നു, തോറ്റതിൻ്റെ കാരണം പരിശോധിക്കും അല്ലെ. ഭരണകക്ഷിയാണ് തോറ്റതെങ്കിൽ ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ വേണ്ടത്ര ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നൊക്കെ അവർ പറയും. ഇതുപോലെ ബദറിൽ ഖുറൈശികൾ തോറ്റപ്പോൾ അവർ ഞങ്ങൾ തോറ്റിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞോ? ഇല്ല, തോറ്റ് ഞങ്ങൾ അംഗീകരിച്ചു, അടുത്ത വർഷം നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം അല്ലേ. ഇപ്പം ജയിച്ച നിങ്ങൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ അധികാരം ആർക്കാണ് എന്ന് നിശ്ചയിക്കാനുള്ള അന്നത്തെ ലോകത്തെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ പേരാണ് യുദ്ധം. അല്ലാതെ അതൊരു വെറും കച്ചറ, അങ്ങനെ വീട്ടിൽ കയറി ആളെ വെട്ടിക്കൊല്ലുക ഇങ്ങനെയൊന്നുമല്ല. അതൊരു സിസ്റ്റമാണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു അവസാനമുണ്ട്, അതിന് വ്യവസ്ഥകളുണ്ട് ഒക്കെ ഉണ്ട്. അല്ലാതെ ഇന്ന് ഇസ്ലാമിൻ്റെ എതിരാളികൾ അവതരിപ്പിക്കുന്നത് പോലെ അതിങ്ങനെ ആളുകളെ വീട്ടിൽ കയറി കൊല്ലലോ ഒന്നുമല്ല, കച്ചറ കലാപം അല്ല അത്. ഇന്നത്തെ തെരഞ്ഞെടുപ്പിനോ ഇനി ചില സമയത്ത് നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്കോ അല്ലെ, ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ഭരണകൂടങ്ങൾ മാറ്റപ്പെടാറുണ്ട്. അതിനൊക്കെ സമാനമായ ഒരു കാര്യമാണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, രാഷ്ട്രീയ വ്യവസ്ഥയാണ്. അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ടുള്ളൊരു ഏർപ്പാടാണ്. ഇതുകൊണ്ടാണ് പഴയ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന മാവോ സേതുങ് പറഞ്ഞത്, രക്തം ചിന്തുന്ന തെരഞ്ഞെടുപ്പാണ് യുദ്ധം, രക്തം ചിന്താത്ത യുദ്ധമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ സംഘടന ഉണ്ടാവുന്നില്ലെന്ന് ചോദിക്കരുത്, അതിൻ്റെ അപവാദമാണ് അല്ലേ. അപ്പോൾ ഇസ്ലാം ഒരു കേവല മതം മാത്രമല്ല, അത് രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ കാഴ്ചപ്പാടുകളുള്ള ഒരാശയമാണ്. അപ്പോൾ അന്ന് രാഷ്ട്രീയത്തിൽ ഇടപെടണമെങ്കിൽ യുദ്ധത്തിൽ ഇടപെടണം, അങ്ങനല്ലാതെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയില്ല. എല്ലാ കാലത്തെ രാഷ്ട്രീയ വ്യവസ്ഥകൾക്കും പരിമിതികളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് പല കുഴപ്പമുണ്ട് അല്ലേ, പല പരിമിതിയും അതിനുണ്ട്. പല ചിന്തകന്മാരും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയെക്കുറിച്ച് പല വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊരു കുറ്റമറ്റ കാര്യമൊന്നുമല്ല. പക്ഷെ എന്ന് വെച്ചിട്ട് ഇന്നത്തെ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ആ പ്രവാചകനോ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമോ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അതിനൊരുപാട് കുഴപ്പമുണ്ട്, അതിലൊന്നും ഞങ്ങൾ ഇടപെടൂല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഇടപെടാതിരിക്കുന്നവർക്ക് പ്രായോഗികമായി അധികാരത്തിലും രാഷ്ട്രീയത്തിലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഇസ്ലാം യുദ്ധത്തിൽ ഇടപെടുക മാത്രമല്ല ചെയ്തത്, അതിനെ പരമാവധി മര്യാദയുള്ളതാക്കാൻ, ധാർമ്മികതയുള്ളതാക്കാൻ, മനുഷ്യത്വമുള്ളതാക്കാൻ ശ്രമിച്ചു. എതിരാളി മര്യാദ കാണിക്കാതിരിക്കുമ്പോഴും അങ്ങോട്ട് മര്യാദ കാണിക്കണം എന്ന് പഠിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ പടയാളികൾക്ക് നൽകിയ വസിയ്യത്ത് പ്രസിദ്ധമാണ്. നിരപരാധികളെ കൊല്ലരുത്, പള്ളികളിലോ മഠങ്ങളിലോ പ്രാർത്ഥിച്ചിരിക്കുന്നവരായിട്ട് ഏറ്റുമുട്ടരുത്, സ്ത്രീകളെ കൊല്ലരുത്, ആരാധനാലയങ്ങൾ നശിപ്പിക്കരുത്, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുറിക്കരുത്. ഇതൊക്കെ എല്ലാവരും പാലിക്കുന്ന മര്യാദയല്ല, ശത്രുക്കൾ ഇതിൽ പാലിക്കാറില്ല. പക്ഷേ കുറച്ചുകൂടി ഉയർന്ന മര്യാദകൾ പാലിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മറ്റൊരു കാര്യം, വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമായി ഒരു കൂട്ടർ ഏതോ ഒന്നിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ മാത്രം ഇസ്ലാം ആരോടും യുദ്ധം ചെയ്തിട്ടില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് നിങ്ങളോട് യുദ്ധമാണ്, നിങ്ങൾ മുസ്ലിമാകണം, മുസ്ലിമായാൽ യുദ്ധം അവസാനിപ്പിക്കും. ഇങ്ങനെ ഒരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ ഒരു സമൂഹത്തോടോ ഒരു രാഷ്ട്രത്തോടോ നിലപാട് ഇസ്ലാം ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. റസൂലിൻ്റെ കാലത്തില്ല, ഖുർആനിലില്ല, ഒരു കാലത്തുമില്ല. യുദ്ധത്തിൻ്റെ കാരണം ആ രാഷ്ട്രവും ആരോടാണ് യുദ്ധം ചെയ്യുന്നത് അവരുമായുള്ള രാഷ്ട്രീയമായ കാരണങ്ങളാൽ. യുദ്ധം തന്നെ നടത്തണമെന്ന് ഇസ്ലാമിനൊരു നിർബന്ധമില്ല. അവരുമായിട്ട് കരാറുണ്ടാക്കാം, സന്ധികൾ ഉണ്ടാക്കാം,
അങ്ങനെയും കാര്യങ്ങൾ പരിഹരിക്കാം. ഖുർആനിൽ യുദ്ധം മാത്രമല്ല ഉള്ളത്, കരാറുകൾ, സന്ധികൾ, മീസാക്ക്, വലായത്ത്, അഹ്ദ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായിട്ട് അല്ലാഹുവിന്റെ റസൂല് യുദ്ധം നടത്തുക മാത്രമല്ല ചെയ്തത്, കരാറുകൾ, സന്ധികൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിനകത്തു തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. മുസ്ലിം അല്ലേ എന്നാ പിന്നെ ഓനോട്ട് എല്ലാ ദിവസവും യുദ്ധം അല്ല. മുസ്ലിങ്ങളല്ലാത്ത ഗോത്രങ്ങളുമായി, രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്ലാമിക രാഷ്ട്രം അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തന്നെ നിരവധി കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറുകളൊന്നും ഇസ്ലാമായിട്ട് ലംഘിച്ചിട്ടില്ല. മറുകക്ഷി ലംഘിച്ചപ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2 പോയിന്റാണ് ഞാൻ സമയത്ത് പറഞ്ഞത്. യുദ്ധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ്, 1. 2, മനുഷ്യരെ മുസ്ലിമാക്കാൻ വേണ്ടി ഇസ്ലാം ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ഒരു ബലപ്രയോഗവുമില്ല. സത്യം അസത്യത്തിൽ നിന്ന് സുവ്യക്തമാണ്. സാധാരണ പറയാറുണ്ട്, ഈ മുസ്ലിങ്ങൾ ഈ സഹിഷ്ണുതയും സമാധാനവും ഒക്കെ പറയുന്നത് അവർ ന്യൂനപക്ഷമായതുകൊണ്ടാണ്. ഓലെങ്ങാം ഭൂരിപക്ഷായാൽ അല്ലേ കാണാം എന്ന് പറയാറുണ്ട്. ഇസ്ലാമിന് എല്ലാ അധികാരവുമുള്ള കാലത്താണ് മതത്തിൽ ബലപ്രയോഗമില്ല എന്ന് പറഞ്ഞത്. അതേസമയം ഈ ലോകത്ത് ചില ന്യായവും നീതിയൊക്കെ ഉണ്ടാവണം എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. നീതി പുലരണം എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതിന് യുദ്ധം തന്നെ ചെയ്യണമെന്നില്ല. ആളുകളുമായി കരാറും സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ടും ആ നീതി ഉണ്ടാക്കാം. ഇനി അതിന് ആളുകൾ വഴങ്ങുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വേണ്ടി വന്നാൽ യുദ്ധവും ചെയ്യും. അല്ലേ? ഇസ്ലാം സമാധാനത്തിൻ്റെ മതമോ ഇസ്ലാം യുദ്ധത്തിൻ്റെ മതമോ അല്ല, ഇസ്ലാം നീതിയുടെ മതമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നീതി സ്ഥാപിക്കാൻ യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യണം. സമാധാനം ഉണ്ടായാലും നീതി ഉണ്ടാകുമെങ്കിൽ സമാധാനമാണ് ഉണ്ടാവേണ്ടത്. അതിനാണ് പ്രിഫറൻസ്. പക്ഷെ സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് എന്തനീതിയും മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുക എന്നത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. അപ്പം അതിനെതിരായ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യും. രാഷ്ട്രമില്ലാത്ത സമൂഹങ്ങൾ സമരങ്ങളും പോരാട്ടങ്ങളും അതിനെതിരായ ശബ്ദമുയർത്തലുകളും ഒക്കെ നടത്തും. അത്രയേ ഉള്ളൂ. ഭൂമിയിൽ നീതി പുലരണം, ഇതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അപ്പോൾ പ്രവാചകൻ വെറുതെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. ഇന്ന വിശ്വാസികളാണ് എന്ന കാരണത്താൽ ആർക്കെതിരെയും ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധം ചെയ്ത ചരിത്രമുണ്ട്. അതേ ക്രിസ്ത്യാനികളുമായിട്ട് കരാറുണ്ടാക്കിയ ചരിത്രമുണ്ട്. അക്രിസ്ത്യാനികളായിരിക്കില്ല, വേറൊരു ക്രിസ്ത്യൻ സമൂഹമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ടാവും. ജൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. വേറെ അതേ വിശ്വാസമുള്ള യഹൂദികളുമായിട്ട് ജൂതന്മാരുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ യുദ്ധം ഉണ്ടാവുന്നതിൻ്റെയും കരാറുണ്ടാവുന്നതിൻ്റെയും കാരണം വിശ്വാസമല്ല, പ്രത്യേകിച്ച് യുദ്ധം ഉണ്ടാവുന്നതിൻ്റെ. മറിച്ച് എന്താണ്? അവര് ഇസ്ലാമിക രാഷ്ട്രത്തോട് ചെയ്യുന്ന അനുവർത്തിക്കുന്ന നടപടികളാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ ആർക്കെതിരെയും ഒരു നടപടിയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും ഇന്ന് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്ന കാരണത്താൽ ഉള്ളതാണ്. വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെയോ കാരണത്താൽ ഉള്ളതല്ല. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അത് സംബന്ധിയായി ഉണ്ടാകുന്ന ഏത് കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംശയ നിവാരണത്തിൻ്റെ സന്ദർഭത്തിൽ അത് വിശകലനം ചെയ്യാം. ഉദാഹരണങ്ങളിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം. ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. അതിനാണ് സംരക്ഷിത പൗരന്മാർ, നിമ്മികൾ എന്ന് പറയുന്നത്. ഇസ്ലാം യുദ്ധം ചെയ്യുന്ന നിഷേധികളുണ്ട് അല്ലേ? ദിമ്മിയായ കാഫിറാണ്. നമ്മൾ ഇസ്ലാമിക രാഷ്ട്രം യുദ്ധം ചെയ്യുന്നത് ഹർബിയായ കാഫിർ, രണ്ടു കൂട്ടരും കാഫിറാണ്. ഈ ദിമ്മിയായ കാഫിർ വിശ്വാസപരമായ എന്തോ വ്യത്യാസമുള്ളവർ, അതിലൊരു സാന്ദ്രത കുറഞ്ഞവർ, ഡിഗ്രി കുറഞ്ഞവർ അല്ല. ഹർബിയായ കാഫിർ വിശ്വാസപരമായ എന്തോ കൂടുതൽ കടുത്ത കാഫിർ ആയതുകൊണ്ടുമല്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടെന്ന് വെക്കുക, അവിടെ ക്രിസ്ത്യാനികളുണ്ട്. അപ്പുറത്ത് ഇസ്ലാമിക രാഷ്ട്രവുമായി ശത്രുതയുള്ള ഒരു രാഷ്ട്രമുണ്ട്, അവിടെയും ക്രിസ്ത്യാനികളുണ്ട്. രണ്ടു കൂട്ടരും കത്തോലിക്ക ക്രിസ്ത്യാനികളാണെന്ന് വിചാരിച്ചോ? രണ്ടു കൂട്ടരുടെയും വിശ്വാസം ഒന്നായിരിക്കും. യേശു ദൈവപുത്രനാണ്,
അള്ളാഹു മൂന്നും കൂടിയ ഒന്നാണ് എന്നൊക്കെ രണ്ടു കൂട്ടരും തുല്യ അളവിൽ വിശ്വസിക്കുന്നുണ്ടാകും. ഇവർ ദിമ്മികളായതും സംരക്ഷിത പൗരന്മാരായതും മറ്റവർ ശത്രുക്കളായതും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാരണത്താലല്ല. അത് വേറെ രാഷ്ട്രവും രാഷ്ട്രീയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ. ഇനി അടിമത്തം, ഇസ്ലാം അടിമത്തം നിരോധിച്ചില്ല എന്നതാണ് ഇസ്ലാമിനെതിരെ ഇന്ന് പറയപ്പെടുന്ന വലിയ ഒരു കാര്യം, ആരോപണം. അതിനെയും മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇസ്ലാം അടിമത്തം നിരാകരിച്ചിട്ടുണ്ട്. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിന് മൂന്നർത്ഥമുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അതോറിറ്റിയായിട്ട് അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹുവിനെ മാത്രമേ അടിമപ്പെടാവൂ. ഇതാണ് അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ അടിമത്തത്തിലുള്ള ഉടമക്ക് എന്ത് ചെയ്യരുത്? അടിമപ്പെടരുത്. ഇതാണ് തത്വം. അപ്പൊ അടിമത്തം ഉള്ള ഒരു ലോകത്ത്, ഇതുകൊണ്ടാണ് പിന്നെ പ്രവാചകന്റെ ചരിത്രമൊക്കെ എഴുതിയ മുസ്ലിം അല്ലാത്ത ഒരു പ്രമുഖ ചരിത്രകാരി അൽമേരി ഷിമ്മോ പറയുന്നത്, ഇസ്ലാം വന്നതോടുകൂടി ലോകത്ത്, അൽമേരി ഷിമ്മു പറയുന്ന ഇതാണ്, പിന്നെ അടിമത്വത്തിൻ്റെ താത്വികാടിത്തറ തകർന്നു, അതിൻ്റെ തത്വം പൊളിഞ്ഞുപോയി. ഇസ്ലാം അത് പൊളിച്ചു കളഞ്ഞു. അത് പ്രയോഗത്തിൽ നിലനിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷെ അതിൻ്റെ തത്വം നഷ്ടപ്പെട്ട വ്യവസ്ഥയായിട്ട് അത് മാറി എന്ന് അവർ പറയുന്നുണ്ട്. എന്നാലും അടിമത്തം ഉണ്ടായിട്ടില്ലേ? യുദ്ധത്തിൽ ആളുകൾ അടിമയായി പിടിച്ചിട്ടില്ലേ? റസൂലിന് തന്നെ അടിമ സ്ത്രീയില്ലേ? ഇങ്ങനെയൊക്കെ ഇന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, അതൊക്കെ ഉള്ളതാണ്. അതൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, വസ്തുതയല്ല. പക്ഷെ അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അത് യുദ്ധവുമായി ബന്ധമുള്ള, രാഷ്ട്രീയവുമായി ബന്ധമുള്ള ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥയാണ്. ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരർത്ഥത്തിൽ ഉത്തരം ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ട് എന്നാണ്. തത്വത്തിൽ മാത്രമല്ല, പ്രയോഗത്തിലും. അതെന്താ? ഒരു സ്വതന്ത്രനായി നടക്കുന്ന മനുഷ്യനെ, റസൂലിന്റെ കാലത്തുള്ള, നിങ്ങൾ ഇന്നത്തെ നമ്മളെയൊക്കെ മാതിരിയുള്ള ഒരു മനുഷ്യനുണ്ട് നോക്കുക, ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്താക്കാൻ പാടില്ല? അടിമയാക്കാൻ പാടില്ല ഇസ്ലാമിൽ. അന്നത് പറ്റും, അങ്ങനെ ആളുകൾ ചെയ്തിരുന്നു. പൈസ കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റൂലെങ്കിൽ സാധിക്കാത്തവരെ അടിമയാക്കിയിരുന്നു. ഇങ്ങനെ പല കാരണങ്ങളാൽ സ്വതന്ത്രരെ അടിമയാക്കിയിരുന്നു. അങ്ങനെ അടിമയാക്കുന്നതിനെ ഇസ്ലാം നിരോധിച്ചു. ആ അർത്ഥത്തിൽ ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളൊരു കാര്യം എന്താ? യുദ്ധത്തിൽ ആളുകളെ അടിമയായിട്ട് പിടിക്കും, അല്ലേ? ഇത് ഇസ്ലാം പുതുതായിട്ട് കൊണ്ടുവന്നതാണോ? അവിടെ അങ്ങനെ യുദ്ധത്തിൽ അടിമയായി പിടിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഏർപ്പാട് വേണം, നമുക്ക് അവരെ അടിമയായിട്ട് പിടിക്കണം. അങ്ങനെ തുടങ്ങിയതാണോ? അല്ലേ, അല്ല. യുദ്ധത്തിൽ ആളുകളെ അടിമയായി പിടിക്കുക എന്നത് അന്ന് നിലവിലുള്ള ഒരു രീതിയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ, ഒന്ന് എല്ലാ മനുഷ്യരെയും കൊല്ലാവുന്നിടത്തോളം പ്രതിയോഗികളെ കൊല്ലുന്നതിനേക്കാൾ അത് നല്ലതാണ്, മനുഷ്യരാശിയെ മുൻനിർത്തിയിട്ട് ആലോചിച്ചാൽ. ഇനി ജയിലില്ലാത്തൊരു കാലത്ത് ആളുകളെ അടിമയാക്കുകയല്ലാതെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തൊരു കാലത്ത് വേറെ വഴിയില്ല. യുദ്ധത്തടവുകാർ, അതേസമയം ഒരാളെ യുദ്ധത്തടവുകാരനായി പിടിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള പല വഴിയുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ അവരെ സൗജന്യമായിട്ട് മോചിപ്പിക്കാം, അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മളെ കക്ഷി മറുകക്ഷികൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈമാറ്റം, എക്സ്ചേഞ്ച്, അവരെ ഇങ്ങോട്ട് മോചിപ്പിക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ട് മോചിപ്പിക്കുന്നു, അങ്ങനെ രണ്ടു കൂട്ടർക്കും രക്ഷപ്പെടാം. അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് മോചിതരാകാം. ഇങ്ങനെ പല വഴിയും രക്ഷപ്പെടാനുള്ള വഴി അതിലുണ്ട്. അതുകൊണ്ട് അത് അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ ഒരു സിസ്റ്റമാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇസ്ലാം എന്തേ അത് നിരോധിക്കാതിരുന്നത്? ഇസ്ലാം നിരോധിക്കാതിരുന്നത്, ഇസ്ലാമിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കക്ഷി കൂടിയാണ്. അന്നത്തെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിസ്റ്റം ആയ യുദ്ധത്തിൽ ഇസ്ലാം ഉണ്ട്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, യുദ്ധം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അന്ന് എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്. ഒരു മതവും പ്രവാചകനും യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നതിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാൻ, നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും കുറിച്ച്, പിണറായി വിജയനെയും വി ഡി സതീശനെയും കുറിച്ചൊക്കെ മാറി നിന്നിട്ടല്ലേ മറ്റൊരു കാലത്ത് ഒരു കൂട്ടർ പറയാണ്, അയ്യേ അവരെന്ത് മനുഷ്യരാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക,
ആളെ തോൽപ്പിക്കുക, ജയിക്കുക, ഇതൊക്കെ ചെയ്ത ആളുകളല്ലേ അവർ. എന്ത് മനുഷ്യത്വമില്ലാത്ത മ്ലേച്ഛന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് എന്താ പറയാനുള്ളത്? അല്ലേ, ഇതുപോലെയാണെന്ന് യുദ്ധം. അതിൽ താല്പര്യമില്ലാത്തവർ പങ്കെടുക്കേണ്ടയില്ല. അല്ലേ, നാട്ടിലെല്ലാവരെയും കയറി ആക്രമിക്കുന്നൊരു പരിപാടിയല്ല അത്. അത് അധികാരവും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ കക്ഷിയല്ലാത്തവർ. അപ്പോൾ അടിമത്തം എന്ന് പറയുന്നത് യുദ്ധവുമായിട്ടാണ് അതിന് ബന്ധം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാം അടിമത്തം അങ്ങോട്ട് നിരോധിച്ചു. ഇസ്ലാം അടിമത്തം നിരോധിച്ചാൽ ആർക്കാ ബാധകമാകുക? അക്കാലത്തെ എല്ലാ മനുഷ്യർക്കും, എല്ലാ ഗോത്രങ്ങൾക്കും, എല്ലാ സമൂഹങ്ങൾക്കും അത് ബാധകമാവോ? ഖുറാനിൽ അല്ലെ മുഹമ്മദ് നബി അടിമത്തം നിരോധിച്ചു. അത് എഫക്റ്റ് ചെയ്യുന്നത്, ബാധകമാകുന്നത് ആർക്കാ? മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങളുടെ എതിരാളികൾക്ക് അത് ബാധകമല്ലല്ലോ. ഒരു പോലെ വേറെ നിയമവ്യവസ്ഥ ഉണ്ട്, അതിലത് പറ്റും. അപ്പം മുസ്ലിങ്ങൾക്ക് അടിമത്തം പറ്റൂല, മറ്റുള്ളവർക്ക് പറ്റും. അല്ലേ, അന്ന് യുദ്ധം ചെയ്യുന്നതിൻ്റെ മോട്ടീവ്, പ്രചോദനം എന്ന് പറയുന്നത് തന്നെ രണ്ട് കാര്യമാണ്. ഒന്ന് അധികാരം ലഭിക്കുക, പിന്നെ യുദ്ധത്തിൽ ഗനീമത്ത്, യുദ്ധാർജിത സമ്പത്ത് ലഭിക്കുക. അതേപോലെ പ്രധാനപ്പെട്ടൊരു പ്രചോദനമാണ് യുദ്ധത്തിൽ അടിമകളെ പിടിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളെ പിടിക്കുക എന്ന് പറയുന്നത്. അപ്പം മുസ്ലിങ്ങളുടെ ഭാഗത്തുള്ള ആരെയും അവർക്ക് യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ടുപോകാം. മറുപക്ഷത്തുള്ളവരെ മുസ്ലിങ്ങൾക്ക് പിടിക്കാവോ? ഓലിക്കോ നിഷിദ്ധാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ യുദ്ധം ഒഴിഞ്ഞ ദിവസം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്നെ തല്ലാം, എൻ്റെ ദീനനുസരിച്ച് എനിക്ക് നിങ്ങളെ തല്ലാൻ പറ്റൂല. അടിയും പിടിയൊക്കെ നടക്കുന്ന ഒരു സമൂഹം നോക്കുക, എന്നാൽ എനിക്ക് ദിവസവും അടി കിട്ടും. കാരണം എന്താ? നിങ്ങളെന്താ ആലോചിക്കുക? മുഹമ്മദ് സാഹിബിനെ പറ്റി അടിക്കാം. കാരണം എന്താ? മൂപ്പർക്ക് നമ്മളെ തല്ലാൻ പറ്റില്ലല്ലോ. അല്ലേ, അവിടെ അടി ഒഴിഞ്ഞ ദിവസം ഉണ്ടാവില്ല. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിന് അടിമ പാടില്ല, മറ്റവർക്ക് അടിമ പാടുണ്ട് എങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ഇവിടെ ഇവർ യുദ്ധം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റത് ആലോചിക്കും, നമ്മൾ പോയിട്ട് അവരുടെ ആളുകളെ പിടിച്ചു കൊണ്ടുവന്നാൽ അവർ നമ്മളാളെയും പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണോ? ഞാനെന്താ ബി അബ്ദുറഹ്മാൻ സാനെ പോയി തല്ലാത്തത്? തല്ലിയാൽ തിരിച്ചെനിക്കും കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കിട്ടിയ പോലെ ഇരിക്കും. അപ്പോൾ പിന്നെ വേണ്ടാത്ത പണിക്ക് പോകണ്ടല്ലോ. അല്ലേ, എവിടെയോ കിടക്കുന്ന കോട്ടയിലെടുത്തതിനാ കാലിലിടുന്നത്. മൂപ്പർക്ക് എന്നെ തല്ലാനൊന്നും പറ്റൂല, ഒരു മഹാ അഹിംസാ വ്രതമുള്ള ആളാണ്. എന്നാൽ എന്തായാലും ഒന്ന് കൊടുത്തേക്കാം. അല്ലേ, അപ്പൊ ഇതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യാതിരുന്നത്? അടിമത്തം നിരോധിക്കാതിരുന്നത്. അതേസമയം ക്രമേണ അതിനെ ഇല്ലാതാക്കാനുള്ള മുഴുവൻ നടപടികളും സ്വീകരിച്ചു. അടിമമോചനം വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. എന്നല്ല ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഈ സ്ലൈവറി, അത് സ്ലൈവറി അല്ല. ആഫ്രിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും ഒക്കെ നടപ്പിലാക്കപ്പെട്ടൊരു സ്ലൈവറി ഇസ്ലാമിലില്ല. അത് ഒരുപാട് ചരിത്രകാരന്മാരത് പറഞ്ഞിട്ടുണ്ട്. അബ്ദ് അടിമ, അമത്ത് അടിമപ്പെണ്ണെന്ന് വിളിക്കരുത്. അങ്ങനെ നേരത്തെ പറഞ്ഞ തത്വമായിട്ടാണ് നിബന്ധം. നമ്മളൊക്കെ അള്ളാന്റെ മാത്രം അടിമകളാണ്. നിങ്ങളുടെ പണിക്കാരൻ, ബാല്യക്കാരൻ, ഫതൻ, ഫതാത്ത് എന്നൊക്കെ വിളിക്കാനാണ് പറഞ്ഞത്. ഗുലാം, കുട്ടി, ഇങ്ങനെയൊക്കെ വിളിക്കാനാണ് പഠിപ്പിച്ചത്. നിങ്ങൾ കഴിക്കുന്നത് അവരെ കഴിപ്പിക്കണം, അല്ലേ? നിങ്ങൾ ഉടുക്കുന്നത് അവരെ ഉടുപ്പിക്കണം. പിന്നെന്താ അടിമയാ? അവർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. അതൊരു വ്യവസ്ഥയുമായിട്ട് ഒരു സിസ്റ്റം, ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അവരെ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചതിന്റെ കാരണത്താൽ മോചിപ്പിക്കപ്പെട്ട എത്രയോ അടിമകളുണ്ട്. ഇനി ഒരു അടിമക്ക് മോചിതനാകാൻ വേണ്ടി മോചനപത്രം എഴുതാം. പിന്നെ അതിനുശേഷം അയാൾ സമ്പാദിക്കുന്നതൊക്കെ ആ മോചനപത്രത്തിന് ഉള്ള പണം മോചനദ്രവ്യമായിട്ട് മാറുകയാണ് ചെയ്യുക. അതിന് ഇസ്ലാമിക ഗവൺമെന്റ് സക്കാത്തിന്റെ അവകാശികളുടെ ഒരു അവകാശിയാണ് അങ്ങനെയുള്ള അടിമകൾ. ഇനി അടിമ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം അനുവദിച്ചു എന്നതാണ് റസൂലിനെ കുറിച്ചുള്ള ആരോപണം, സഹാബത്തിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ ഉള്ള ആരോപണം. പക്ഷെ അടിമ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധത്തെ അടിമമോചനത്തിന്റെ വഴിയാക്കി മാറ്റുകയാണ് ഇസ്ലാം ചെയ്തത്. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ഉടമക്ക് അടിമ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്താം, ഓക്കെയാണ്. പക്ഷെ അത് ആ ഉടമക്ക് മാത്രമേ പറ്റുള്ളൂ. വിവാഹം പോലെ തന്നെയാണ്. അത് വിവാഹമല്ല, വേറൊരു വ്യവസ്ഥയാണെന്ന് മാത്രം. കണ്ട എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ഉടമ അനുവദിക്കുന്ന എല്ലാവർക്കും, അല്ലെ, അടിമ ഉടമയാണല്ലോ,
അടിമയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ഉടമയാണ്. അങ്ങനെയാണ് അടിമത്തത്തെക്കുറിച്ച് വിചാരിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. ആ ഉടമക്ക് ബന്ധം പുലർത്താം എന്ന് വെച്ച് ഉടമ ഇഷ്ടപ്പെടുന്ന ആർക്കും ബന്ധം പുലർത്താം എന്നില്ല, ഹറാമാണ്. നമ്മൾ വിവാഹത്തിൽ ഭർത്താവോ ഭാര്യയോ ഉദ്ദേശിക്കുന്ന പുറത്തുള്ള ആരുമായിട്ടും ബന്ധം പറ്റില്ല എന്നുപോലെ തന്നെ. ഇനി ആ ബന്ധത്തിൽ ഈ സ്ത്രീ ഗർഭിണിയായാൽ പിന്നെ അവർ അടിമയല്ല, അവർ ഉമ്മുൽ വലതാണ്. അവരുടെ സ്റ്റാറ്റസ് മാറി. ഇനി ആ കുട്ടി പ്രസവിക്കപ്പെട്ടാൽ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ കുട്ടി അടിമയല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ലോകത്ത് എല്ലാ ജാതി വ്യവസ്ഥകളും എല്ലാ വംശീയ വ്യവസ്ഥകളും നിലനിൽക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? അടിമയെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ, ഉടമയെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ, സവർണനെ പ്രസവിക്കുള്ളൂ, അവർണനെ പ്രസവിക്കുള്ളൂ. അങ്ങനെയാണ് എല്ലാ ജാതി വ്യവസ്ഥകളും വംശീയ വ്യവസ്ഥകളും ലോകത്ത് നിലനിൽക്കുന്നത്. ഇവിടെ അടിമ ഉടമയെ പ്രസവിക്കുകയാണോ? അടിമ സ്വതന്ത്രനെ പ്രസവിക്കുകയാണോ? സ്വതന്ത്രയെ പ്രസവിക്കുകയാണ്. അങ്ങനെയായാൽ കുറച്ചു കഴിഞ്ഞാൽ ആരാ അടിമ, ആരാ സ്വതന്ത്രൻ? അല്ലേ? സ്വതന്ത്രന്റെ വംശമേതാണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ തറവാടിത്ത വ്യവസ്ഥകളുണ്ട്. അടിമേന്റെ വംശം ഏതാണ്? ഉടമയുടെ വംശം ഏതാണ്? മനസ്സിലാവില്ല. അങ്ങനെയൊന്നില്ല. കാരണം ഉടമക്ക് അടിമയിൽ പിറന്ന കുട്ടിയും സ്വതന്ത്രനാണ്, മറ്റേ കുട്ടീനെ പോലെ തന്നെയാണ്. അപ്പൊ ഈ ലൈംഗിക ബന്ധം അനുവദിച്ചതിലൂടെ അടിമ വ്യവസ്ഥയെ സംരക്ഷിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ അത് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് അടിമ വ്യവസ്ഥയെ തകർത്ത് കളയുകയാണോ ചെയ്തത്? അടിമ വംശങ്ങളിൽപ്പെട്ട രാജവംശങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായി. സുൽത്താനേറ്റ് ഇന്ത്യയിലുണ്ട്, ഈജിപ്തിലുണ്ട്. അടിമകൾക്ക് എന്തൊക്കെ ആകാൻ പറ്റി? രാജാക്കന്മാരാകാൻ പറ്റി. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭരായ എത്രയോ പണ്ഡിതന്മാർ അടിമകളോ അടിമകളുടെ മക്കളോ ഒക്കെയാണ്. ഇമാം അബൂ ഹനീഫ മുതൽ എത്രയോ മനുഷ്യർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ഇത് രണ്ടിനെയും മുൻനിർത്തിയിട്ട് സയ്യിദ് അബുൽ അല മൗദൂദി പറയുന്നുണ്ട്, ഒരു മനുഷ്യന് വളർന്നിട്ട് രാഷ്ട്രീയമായിട്ട് വളർന്നിട്ട് രാജാവ് വരെയാകാം, വൈജ്ഞാനികമായി വളർന്നിട്ട് മഹാപണ്ഡിതന്മാരാകാം. പിന്നെ ഇതെന്ത് അടിമത്താണ്? അല്ലേ? മനുഷ്യന്റെ, നമ്മുടെ നാട്ടിലെ ജാതിയുടെ ഉൾപ്പെടെയുള്ള തടസ്സം എന്താ? ഒരു വ്യക്തിക്ക് വളരാനുള്ള സാധ്യതയെ തടസ്സപ്പെടുത്തുന്നു എന്നതാണ്. ഇവിടെ ഒരു തടസ്സമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇസ്ലാം അവസാനിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ, അത് യുദ്ധവും അടിമത്വമൊക്കെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളാണ്. ഒരു കൂട്ടർക്ക് മാത്രം ഏകപക്ഷീയമായി ഒറ്റയടിക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് ക്രമേണ അതിലിടപഴകി മെല്ലെ അതിനെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. ഇന്നത്തെ സാമ്പത്തിക ക്രമം മാർക്കറ്റ് എക്കോണമിയാണ്. ഇന്നത്തെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ക്രമം പാർലമെന്ററി ജനാധിപത്യമാണ്. സാമൂഹിക ക്രമം മതേതരമായൊരു സാമൂഹിക ക്രമമാണ്. ഇതിനൊക്കെ ഒരുപാട് നന്മയുള്ളതോടൊപ്പം ഒരുപാട് കുഴപ്പമുണ്ട്. മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥേൻ്റെ കുഴപ്പം എന്താണെന്ന് ഏറ്റവും ചുരുങ്ങി ആർക്കും പിടുത്തില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ മതി. പക്ഷെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നു, ഞങ്ങൾക്കിതൊന്നും ബാധകല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു കൂട്ടർക്ക് ജീവിക്കാൻ പറ്റുമോ? അതിലിടപഴകിയിട്ട് ക്രമേണ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നത് മാത്രമാണ് സാധ്യമാവുക. ഇനി സ്ത്രീകളുമായും വിവാഹവുമായും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് എൻ്റെ അവസാനത്തെ ടൈറ്റിൽ. വിവാഹത്തെക്കുറിച്ച് ആദ്യം പറയാം. പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം, അല്ലേ? ആ വിമർശനം ഉന്നയിക്കാത്ത, പ്രത്യേകിച്ച് റസൂലിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഉന്നയിക്കാത്തൊരു എതിരാളിയുമില്ല. എന്താ ഇതിലെ കേസ്? ആയിഷ റളിയല്ലാഹു അൻഹയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള വിവാഹത്തിലെ വിഷയം, പ്രശ്നം എന്താണ്? ശൈശവ വിവാഹം, അല്ലേ? ആണ്. ഓക്കെ. അപ്പോൾ ഇതിലാർക്കാണ് പരാതി? അല്ലേ? ഒരു കേസെടുക്കുമ്പോൾ പരാതിക്കാരൻ ആരാണ്? ഈ കോടതികൾ ചോദിക്കാറുണ്ട്, ചില കേസുമായിട്ട് ചെന്നാൽ, നിങ്ങളും ഈ പ്രശ്നം തമ്മിൽ എന്താ ബന്ധം, നിങ്ങളെന്തിനാ ഇതുമായിട്ട് കോടതിയിൽ വന്നത് എന്ന് ചോദിക്കാറുണ്ട്, അല്ലേ? ഇതിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ല പരാതിയുണ്ടോ? ഉണ്ടോ? അവരെന്തെങ്കിലും പരാതി ഉന്നയിച്ചതായി ചരിത്രത്തിലുണ്ടോ? അവരുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ല പരാതിയുണ്ടോ? ആർക്കുമില്ല, അല്ലേ? പണ്ട് ഒരു തമാശയുണ്ട്.
പോസ്റ്റ് കാർഡ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് നന്നായി ഓർമ്മയുണ്ടാവും, അതിന് മുകളിലുള്ളവർക്കും. നമ്മളെ പോസ്റ്റ് ഓഫീസിൽ കാർഡ് 50 ആദ്യം 15 പൈസയൊക്കെ ഉള്ള പോസ്റ്റ് കാർഡ്, ഓപ്പൺ കാർഡ് ഉണ്ടായിരുന്നു. തുറന്ന് എഴുതാവുന്ന, ആർക്കും വായിച്ചു നോക്കാം, കണ്ടാൽ വായിക്കാനോ, പിന്നെ ക്ലോസ്ഡ് അല്ലാത്ത ഒരു കത്ത്. അപ്പോൾ അതിലൊരു കത്താണ് ഒരാൾ വേറൊരാൾക്ക് എഴുതിയതാണ്. എനിക്കിവിടെ സുഖമാണ്, നിനക്കും അവിടെ സുഖമാണെന്ന് കരുതുന്നു. ഇത് പോസ്റ്റ്മാൻ ഇത് വായിച്ചിട്ട് എനിക്കിവിടെ സുഖമാണ്, നിനക്കും അവിടെ സുഖമാണെന്ന് കരുതുന്നു. വേറെ വിവരമില്ല, ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും. ഇപ്പോൾ ഈ പോസ്റ്റ്മാൻ ചോദിച്ചു, പിന്നെ ഈ കൊണ്ടു കൊടുക്കുന്ന എനിക്കാണോ അസുഖം? അല്ലേ, നിനക്ക് അവിടെ സുഖമാണ്, ഇവിടെയും സുഖമാണ്, പിന്നെ ആർക്കാ സുഖേട്? കൊണ്ടുകൊടുക്കുന്ന എനിക്കോ? കത്ത് വെച്ചു കൊടുത്തു നോക്കി. ഇതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പരാതിയില്ല, അത് അവരുടെ പിതാവിന് പരാതിയില്ല, മാതാവിന് പരാതിയില്ല, സഹോദരന്മാർക്ക് പരാതിയില്ല, റസൂലിന് പരാതിയില്ല. പിന്നെ ആർക്കാ പരാതി? ചരിത്രത്തിൽ വളരെ പിൽക്കാലത്ത് കണ്ടുനിന്ന യുക്തിവാദികൾക്കും ലിബറലുകൾക്കും മറ്റു പലർക്കുമാണ് പരാതി, അല്ലേ? 2, ആ ഒരു വിവാഹത്തിലൂടെ എന്താ സംഭവിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി എന്നതാണോ, അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്നതാണോ? റസൂല് എന്നതും ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീനാണ്, വിശ്വാസികളുടെ മാതാവാണ്, ആത്മീയ പദവിയാണ്. ഇതൊക്കെ മാറ്റിവെക്കുക. നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് അതൊന്നും അല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ചരിത്രം പഠിച്ചാൽ, ലോക ചരിത്രം കണ്ട ഒരു 10, 50, 100 സ്ത്രീ വ്യക്തിത്വങ്ങളെ, ചരിത്രത്തെ സ്വാധീനിച്ച, തങ്ങളുടെ പ്രതിഭയും വ്യക്തിമുദ്രയും പതിപ്പിച്ച സ്ത്രീകളെ തെരഞ്ഞെടുത്താൽ അതിലൊരാളായിരിക്കും ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്നും പറയണ്ട, ആയിഷ, അല്ലേ? അവരങ്ങനെയായത് എങ്ങനെയാണ്? 2 കാരണത്താലാണ് ആയത്. ഒന്ന്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അല്ലേ? ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കഴിഞ്ഞ വർഷം നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ട്, പ്രതിഭയാണ് ആയിഷ, പ്രചോദനവും. പ്രതിഭയാണവർ. പിന്നെ അവർക്ക് അത്രയും വിജ്ഞാനം നേടാനും സമൂഹത്തെ പഠിപ്പിക്കാനും ചരിത്രത്തിലൊരു പ്രതിഭയായിട്ട് അടയാളപ്പെടാനും സാധിച്ചത് എന്തുകൊണ്ടാണ്? റസൂലിൻ്റെ പത്നിയായതുകൊണ്ടാണ്. അത് അത്രയും ചെറിയ പ്രായത്തിലായതുകൊണ്ടുകൂടിയാണ്. 2, മൂന്നാമത്തത് ആദ്യം പറഞ്ഞ കേസാണ്. ശൈശവ വിവാഹം നടത്തി കളഞ്ഞു എന്താണ്, അല്ലേ? എതിരാളികൾ പറയാറുണ്ട്, ഇന്നാണെങ്കിൽ പോക്സോ കേസ് എടുക്കുന്ന കാര്യമായിരുന്നു, ഭയങ്കര കേസാണ്. ഓക്കെ, ഒറ്റ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഈ ആരോപണം ഉന്നയിക്കുന്ന എല്ലാവരോടും ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ശൈശവം എന്നതിന് എല്ലാ കാലത്തും ബാധകമാകുന്ന, എല്ലാ ലോകത്തും ബാധകമാകുന്ന ഒരു പ്രായം നിങ്ങൾ പറയൂ. എല്ലാത്തിനും ഉത്തരം പറഞ്ഞാൽ പറ്റില്ലല്ലോ, അല്ലേ? ചിലതിന് ഉത്തരം എതിരാളി കൂടി പറയണം. നിങ്ങളൊരു പ്രായം പറ. ആ പ്രായം എല്ലാ കാലത്തും എല്ലാ ലോകത്തും ശൈശവത്തെ നിർണ്ണയിക്കുന്ന പ്രായമാവണം. അപ്പോൾ ഉടനെ പറയും 18 വയസ്സ്, അല്ലേ? 18 വയസ്സിന് മുമ്പ് ആര് വിവാഹം കഴിച്ചാലും ശൈശവ വിവാഹമാണ്. അതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിവാഹം തന്നെ വേണമെന്നില്ലാത്ത നാടാണ് നമ്മുടേത്. ലോകത്ത് ഒരുപാട് നാടുകൾ എങ്ങനെയാണ്. അപ്പോൾ ആണിനും പെണ്ണിനും പ്രായപൂർത്തിയായിട്ട് പരസ്പര സമ്മതമുണ്ടെങ്കിൽ ഇത്തരം കാര്യത്തിൽ ഏർപ്പെടാം, തെറ്റൊന്നുമില്ല, പോലീസ് പിടിക്കൊന്നുമില്ല. അതിന് പെൺകുട്ടികൾക്ക് ആവേണ്ട പ്രായം എത്രയാ? 16 വയസ്സ് മതി. കല്യാണം കഴിക്കാനേ 18 വയസ്സുണ്ട്. അപ്പം 18 വയസ്സല്ല, അല്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, നിയമാനുസൃതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രായം. ഇനി 18ഉം 16ഉം എന്നതൊക്കെ അംഗീകരിച്ചാൽ അത് കൂട്ടരെ ഇന്ത്യയിലല്ലേ, അത് ഇപ്പോഴത്തെ ഇന്ത്യയിലല്ലേ? അമേരിക്കയിലെ നിരവധി സ്റ്റേറ്റുകളിൽ 14 മുതൽ തുടങ്ങുന്നുണ്ട് ഇത്. ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഇക്കാലത്ത് തന്നെ പല പ്രായമാണ്, പല കാലങ്ങളിൽ പല പ്രായമാണ്. അപ്പോൾ ഇനി നമ്മുടെ ഗവൺമെൻറ്, ഇവിടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു എന്തോ ഒരു കാലത്ത്. ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇവിടെ വിവാഹത്തിൻ്റെ പ്രായം പെൺകുട്ടികൾക്ക് 15ഉം ആൺകുട്ടികൾക്ക് 18ഓ 20ഓ ആണ് എന്ന് തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? അങ്ങനെ തീരുമാനിച്ചുകൂടെ? അപ്പം എന്തായിരിക്കും ശൈശവത്തിൻ്റെ മാനദണ്ഡം? ഗവൺമെൻറ് ഏത് കാലത്ത് തീരുമാനിച്ചാൽ അത് വെച്ചിട്ട് റസൂലിനെ നമ്മൾ നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ പ്രായപൂർത്തിയായ ശേഷം റസൂലും ആയിഷയും വിവാഹം ജീവിതം നയിച്ചു.
അത് പ്രമാണങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ്. ശൈശവം എന്നതിന് എല്ലാ കാലത്തും എല്ലാ ലോകത്തും ബാധകമായ ഒരു നിർവചനമില്ല. പിന്നെ ഇത് മാതൃകയാക്കുകയില്ലേ? ഇസ്ലാമിൽ വിവാഹത്തിന് നിശ്ചിത പ്രായമില്ല. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആണിനും പെണ്ണിനും റുഷ്തുണ്ടാവണം എന്നതാണ്. ആയിഷ റസൂൽ വിവാഹത്തിൽ അതിൻ്റെ പ്രായത്തിലല്ല മാതൃകയുള്ളത്. പ്രായം വേറെ പലതുമായും ബന്ധപ്പെട്ടതാണ്. അവരുടെ പ്രണയത്തിലാണ് മാതൃകയുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വേറെ കുറേ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. അതിലൊറ്റ അടിസ്ഥാന തത്വം ഞാൻ പറയുന്നു. വിശദാംശങ്ങളുണ്ടെങ്കിൽ ചോദ്യോത്തരത്തിൽ നമുക്ക് പറയാം. ഒറ്റ അടിസ്ഥാന തത്വം: ഇസ്ലാമിൽ ലിംഗസമത്വമില്ല. ഇസ്ലാമിലുള്ളത് ലിംഗനീതിയാണ്. അതിൻ്റെ അർത്ഥം സമത്വമേ പറ്റില്ല എന്നല്ല, ലിംഗസമത്വം പാടില്ലാത്തൊരു കാര്യമാണെന്നല്ല. അടിസ്ഥാന കാര്യം, അടിസ്ഥാന മൂല്യം ഇസ്ലാമിൽ ലിംഗസമത്വം ഇല്ല എന്നല്ല. ഇസ്ലാമിൽ ലിംഗസമത്വം ഉണ്ട്, പക്ഷേ അടിസ്ഥാന മൂല്യം സമത്വമല്ല, നീതിയാണ്. സമത്വം ഉണ്ടാക്കിയാലാണ് നീതി ഉണ്ടാവുക എങ്കിൽ സമത്വം ഉണ്ടാക്കണം ആണിനും പെണ്ണിനും ഇടയിൽ. സമത്വം ഉണ്ടാക്കിയാൽ അനീതിയാണ് സംഭവിക്കുക എങ്കിൽ എന്ത് അനീതി സംഭവിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ട് പെണ്ണിന് എന്ത് നഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല, സമത്വം നടപ്പാക്കണം. അല്ലേ? സമത്വത്തെക്കുറിച്ചുള്ള ഒരു ബ്രാൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. നമുക്ക് പറ്റാത്തൊരു ഷർട്ട്, ഭയങ്കര ചൂട് ഉണ്ടാക്കുന്നൊരു ഷർട്ട്, പക്ഷെ അത് നല്ല ബ്രാൻഡാണ്, എന്നിട്ട് നമ്മൾ ധരിക്കുകയാണ്, നമുക്കൊരു സംതൃപ്തി, ഞാൻ ഇന്ന ബ്രാൻഡ് ഷർട്ട് ഇട്ടിരിക്കുകയാണല്ലോ. ഇതുപോലെ സമത്വത്തെക്കുറിച്ചുള്ളൊരു ബ്രാൻഡ് സാറ്റിസ്ഫാക്ഷനിൽ കഥയില്ല എന്നല്ല, അത് വളരെ തെറ്റായിരിക്കും. മറിച്ച് നീതിയാണ് ആണിനും പെണ്ണിനും ഇടയിൽ, ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യത്തിൽ പുലരേണ്ടത് നീതിയാണ്. ആ നീതി പുലരാൻ സമത്വമുണ്ടാകണമെങ്കിൽ സമത്വം ഉണ്ടാക്കണം. സമത്വമുണ്ടായാൽ നീതി ഉണ്ടാവുകയില്ല എങ്കിൽ സമത്വം ഉണ്ടാക്കരുത്. ഉദാഹരണം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർക്കാർ സർവീസിലും സ്വകാര്യ സർവീസിലുമൊക്കെ മെറ്റേണിറ്റി ലീവുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരിൽ ടീച്ചേഴ്സോ സർക്കാർ ജീവനക്കാരൊക്കെ ഉണ്ടാവും. മെറ്റേണിറ്റി ലീവ് എത്ര കാലാണ്? എത്ര കാല? 6 മാസം അല്ലേ? പുതിയൊരു പരിഷ്കരണത്തിൽ ഭർത്താക്കന്മാർക്കും ലീവുണ്ട്. എത്ര ദിവസം? 10 ദിവസം അല്ലേ? ലിംഗസമത്വം ഉണ്ടോ അതിൽ? ലിംഗസമത്വം ഉണ്ടോ? ഇല്ല. സമത്വം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ നമ്മളെ മിസ്റ്റർ ഭർത്താവിന് എത്ര കൊടുക്കണം? 6 മാസം കൊടുക്കണം. സർക്കാർ കൊടുക്കുവോ? ഏതെങ്കിലും കമ്പനികൾ കൊടുക്കുവോ? ഇല്ല, അത് ആവശ്യമില്ലാത്തൊരു പണിയാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യക്ക് അവരുടെ ലീവ് എത്രയാക്കണം? 10 ആക്കണം, 10 ദിവസമാക്കി ചുരുക്കണം. അപ്പം സമത്വം ഉണ്ടാവും. പക്ഷെ അത് ന്യായമാണോ, മര്യാദയാണോ, നീതിയാണോ? അല്ല. പ്രസവം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല, സമൂഹത്തിനും മനുഷ്യരാശിക്കും വേണ്ടി ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് അവർക്ക് സാലറിയോടുകൂടി ലീവ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ സമത്വത്തിൽ നീതിയില്ല. റിസർവേഷൻ, സ്ത്രീകൾക്ക് പല ആളുകൾക്കും സമൂഹത്തിൽ റിസർവേഷൻ ഉണ്ട്, അതിൽ സമത്വം ഉണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റ് സ്ത്രീകൾക്ക് റിസർവ്ഡാണ്. ആ സീറ്റിൽ പുരുഷന്മാർക്ക് മത്സരിക്കാൻ പറ്റില്ല. സമത്വം ഉണ്ടോ? ഇല്ല, അതിൽ നീതിയുണ്ട്. നീതിയുടെ കാരണം ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ചരിത്രപരമായി ആ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടൊരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്നൊരു ശ്രമമാണ് നീതി. അതിൽ സമത്വമില്ല. റസൂലിൻ്റെ അടുത്ത് ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും കൊണ്ട് ഒരാൾ വന്നു, ഒരു സഹാബി വന്നു. പെൺകുട്ടിയെ നിലത്തിരുത്തി ആൺകുട്ടിയെ ഒപ്പമിരുത്തി. റസൂൽ പറഞ്ഞു, ചെയ്യരുത്, ഒരനീതിക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷ്യം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല, കയറ്റിയിരുത്താൻ പറഞ്ഞു. അവിടെ സമത്വമാണ്. അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്ലാമിലെ ഏത് തത്വവും നിങ്ങളുടെ സമത്വമാണ് മഹാതത്വം. ചോദ്യം ചെയ്യപ്പെടാത്ത എന്ത് വന്നാലും പുലരേണ്ടത് ആണിനും പെണ്ണിനും ഇടയിൽ സമത്വമാണ്. അത് ഗുണമല്ല, ദോഷമല്ല, ലാഭമല്ല, നഷ്ടമല്ല. അത് നന്മ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, തിന്മ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, സമത്വം ഉണ്ടാവണം. എന്നിട്ട് ഇസ്ലാമിൽ അവിടെ സമത്വമില്ലല്ലോ, ഇവിടെ സമത്വമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഇസ്ലാമിൽ സമത്വമില്ല, നീതിയുണ്ട്. ഇസ്ലാമിലെ എല്ലാ സ്ത്രീ പുരുഷ ബന്ധ സംബന്ധിയായ
അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെയും ഇസ്ലാമിൻ്റെ ഒരു സമീപനം അതാണ്. അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, റസൂല് പൂർവ്വവേദങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സൂറത്ത് ആറാഫിൽ പ്രവാചകനാണ്. പ്രവാചകനെ അയച്ചത് മിസ്രഹും വല്ലഅലാലല്ലത്തി കാനത്ത് അലൈഹിം, അവരുടെ മുതുകുകളെ ഞെരുക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാനും അവർക്ക് എല്ലാ നന്മകളെയും അനുവദിച്ചു കൊടുക്കാനും വയുഹജ്ജിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാ തിന്മകളെയും നിഷിദ്ധമാക്കാനുമാണ്. ഇത് പ്രവാചകന്റെ സന്ദേശം. അത് മനുഷ്യരാശിയുടെ മുതുകുകളെ ഞെരുക്കുന്ന ഭാരങ്ങളെ ഇറക്കി വെക്കുന്നതാണ്. എല്ലാ നന്മയും നമുക്ക് അനുവദിച്ചു തരുന്നതും എല്ലാ തിന്മയിൽ നിന്നും നമ്മളെ തടയുന്നതുമാണ്. അള്ളാന്റെ റസൂലിൻ്റെ കൽപ്പനയിൽ ഒരു കാര്യം അനുവദനീയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് നന്മയാണ്. അത് മനുഷ്യരുടെ മുതുകുകളെ ഞെരുക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതാണ്. ഒരു കാര്യം തിന്മയാണ്, പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അത് മനുഷ്യരുടെ പ്രയാസപ്പെടുത്തുന്നതാണ്. നന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന് ഗുണകരമായിട്ടുള്ളതാണ്. അത് നമ്മുടെ പ്രമാണപരമായി മാത്രമല്ല, ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ആലോചിച്ചാലും മനസ്സിലാകും. പക്ഷേ അത് യുക്തിവാദികളും ലിബറലുകളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു ഫ്രെയിമിനകത്ത് നിന്ന് മാത്രം ആലോചിച്ചാൽ മനസ്സിലാവില്ല. അല്ലേ, ഏത് കണ്ണട വെച്ച് നോക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. മറിച്ച് ശരിയായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ബാക്കി കാര്യങ്ങൾ നമുക്ക് സംശയ നിവാരണത്തിൻ്റെ സന്ദർഭങ്ങളിലൂടെയൊക്കെ വ്യക്തത വരുത്താം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ലോകത്ത് ഇത്രയേറെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു മനുഷ്യനില്ല. ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജീവിതവുമില്ല. കാരുണ്യത്തിൻ്റെ അണയാത്ത സൂര്യ സാന്നിധ്യം, പ്രവാചക പ്രഭു, വെളിച്ചത്തിൻ്റെ തിരുദൂതരെ ലോകം ഉറ്റുനോക്കുന്നു. ഇസ്ലാമോഫോബിയയുടെ കട്ടപിടിച്ച കാർമേഘങ്ങളുടെ ഈ പെരുമഴക്കാലത്തും സംവാദ സദസ്സിൽ ഇനി ചോദ്യോത്തരങ്ങൾക്കുള്ള ഊഴമാണ്. വേദിയിലെ പണ്ഡിതർ സദസ്സിൻ്റെ അന്വേഷണങ്ങൾക്ക് മറുപടി പറയുന്നു. ചോദ്യോത്തര വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. ചോദ്യത്തിന് പേപ്പർ കൊടുക്കുകയോ മൈക്ക് കൊടുക്കുകയും ചെയ്യണം. അയ്യൂബ് മൗലവിയോടൊരു ചോദ്യം. വാളേന്തിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഏറ്റവും അപകടകരമായ സംഭാവന ജിഹാദല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാളേന്ത്യ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഏറ്റവും അപകടകരമായ സംഭാവന ജിഹാദല്ലേ എന്നതാണ്. ഒരുപാട് ചോദ്യങ്ങളുള്ളത് കൊണ്ട് ഉത്തരങ്ങൾ ലളിതമാക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചരിത്രമറിയാത്ത ആളുകളാണ് വാളേന്ത്യ പ്രവാചകൻ അല്ലെങ്കിൽ ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് എന്ന് പ്രചരിപ്പിക്കുന്നത്. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഈ കവിത കേട്ടാൽ നബി യഥാർത്ഥത്തിൽ വാളേന്ത്യ പ്രവാചകനാണെന്ന് തോന്നും. ചോദ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നർ റസൂല ലസൈഫുൻ, മുഹമ്മദ് നബി സൈഫുൻ യുസ്തലാഉ ബിഹി, അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഒരു വാളായിരുന്നു മുഹമ്മദ് നബി. മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ വാളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ മുഹന്നദ്, ഇന്ത്യ എന്നുള്ളത് ഇറാഖിലുള്ള പ്രദേശമാണോ, നമ്മുടെ സിന്ധ് എന്ന പേരിൽ പിന്നീട് വന്ന ഇന്ത്യയെക്കുറിച്ചാണോ എന്നറിയില്ല. മുഹന്നദായ വാളാണ്. മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അത് വാളിൽ നിന്ന് പിന്നെ വാളിടുന്ന കവറിൽ നിന്ന് ഊരിയെടുത്ത മറ്റു വാളുകളിൽ നിന്ന് ഏറ്റവും നല്ല വാളാണ്. മറ്റു പ്രവാചകന്മാരുടെ വാളിനേക്കാൾ നല്ല വാളാണെന്ന് നബിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പം നബി ഒരു വാളേന്ത്യ പ്രവാചകൻ എന്ന യുക്തിവാദികളുടെ, ഓറിയൻ്റലിസ്റ്റുകളുടെ, അതുപോലെ ഫാസിസ്റ്റുകളുടെ ഒക്കെ വാദത്തിന്
അതൊരു ഈ കവിതയും ഈ ആരോപണം ചേർന്ന് വെച്ച് വായിച്ചാൽ ശരിയല്ലേ എന്ന് തോന്നും. ശരിയാണ്. പക്ഷേ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അറബികൾ എല്ലാ കാര്യത്തെയും നമ്മുടെ വാക്കുകൊണ്ടുള്ള പയറ്റിനും വാൾ എന്ന് പറയും. ഇസ്ലാം എന്നത്, പ്രവാചകൻ എന്നത് ഇരുണ്ട യുഗത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിലുള്ള വാളെ നീട്ടല്ല, മുഹമ്മദ് നബിയുടെ ഹിക്മത്ത്, അതായത് നുബുവത്തും റിസാലത്തും ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാള് ഉപയോഗിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തിയിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും മുസ്ലിങ്ങളുള്ള പ്രദേശം ഇന്തോനേഷ്യയാണ്. 87% മുസ്ലിങ്ങളുണ്ട്. അവിടേക്ക് ഒരു ഇസ്ലാമിക അധിനിവേശം നടന്നതായി ഒരു ചരിത്രകാരന്മാരും എടുത്തു ധരിച്ചിട്ടില്ല. ഇസ്ലാമിലെ ഒരു അധിനിവേശ ചരിത്രവും ഇന്തോനേഷ്യയെ സംബന്ധിച്ച് പറയാനില്ലെങ്കിൽ പിന്നെ 87% എങ്ങനെ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായി? അത് വാളേന്ത്യ പ്രവാചകൻ എന്ന് ആരോപിക്കുന്നവർ ഉത്തരം പറയേണ്ടതാണ്. ഇന്ത്യ രാജ്യം 1957 മുതൽ 1946 വരെ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർ വരുന്നത് വരെ 1757 വരെ മുസ്ലിങ്ങളാണ് 700 വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. അന്ന് ബ്രിട്ടീഷുകാരുടെ കണക്കെടുപ്പ് പ്രകാരം 2% മാത്രമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഇന്ത്യയായിരുന്നു. അന്ന് മുസ്ലിങ്ങളുടെ ശതമാനം 2% മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1957 മുതൽ ഇങ്ങോട്ട് ബ്രിട്ടീഷുകാരുടെ 190 വർഷക്കാലം 1947 വരെ പിന്നീട് മുസ്ലിങ്ങൾ ഉണ്ടായത് 15%. ബ്രിട്ടീഷുകാർ ഭരണകാലത്താണ് മുസ്ലിങ്ങൾ ഇത്രയും കൂടിയത്. ഇന്ന് കേരളത്തിൽ 30% മുസ്ലിങ്ങളുള്ള ഒരു കൊച്ചു പ്രദേശമാണ് കേരളം. ഇവിടൊന്നും അറബ് അധിനിവേശം നടന്നിട്ടില്ല. മുസ്ലിങ്ങളുടെ ഭരണം, സ്വാധീനം ഇങ്ങോട്ടുണ്ടായിട്ടില്ല. 700 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്. കേരളം പോലത്തെ പ്രദേശത്ത് ഇല്ലതാനും. പക്ഷെ ഇന്ന് മുസ്ലിങ്ങൾ ഇത്രയും ശതമാനം കൂടാൻ കാരണം വാള് കൊണ്ടാണെങ്കിൽ, വാള് എന്ന് നമ്മൾ ഉറയിൽ വെച്ചോ അന്നിതോടുകൂടി തീരും ഈ പ്രശ്നം. വാള് കൊണ്ട് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വാള് ഉറയിലിടുന്നത് വരെയല്ലേ ഉള്ളൂ. അത് തന്നെ ഇവർ പ്രചരിപ്പിക്കുന്നത് വലത്തെ കയ്യിൽ വാളും ഇടത്തെ കയ്യിൽ ഖുർആനുമേന്തി മുഹമ്മദ് നബി ആളെ കൂട്ടിയതാണെന്നാ പറയുന്നത്. മുസ്ലിങ്ങൾ ഒരിക്കലും ഖുർആൻ ഇടത്തെ കൈ പിടിക്കാറില്ല. വാള് വലത്തെ കൈ പിടിച്ചു, ഇടത്തെ കയ്യിൽ ഖുർആൻ എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ തെറ്റാണ്. മുസ്ലിങ്ങൾ ഖുർആൻ ഒരിക്കലും ഇടത്തെ കയ്യിൽ ഖുർആൻ പിടിക്കില്ല. അപ്പൊ ഇല്ലാത്ത കഥകൾ പറയുകയാണ്. ഇനി നബിയുടെ ഇവിടെ യുദ്ധചരിത്രം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 തരത്തിൽ യുദ്ധമുണ്ട്. സരിയത്തും വസുവത്തുമുണ്ട്. നബി നേതൃത്വം കൊടുത്ത യുദ്ധങ്ങളുണ്ട്, നബി പങ്കെടുത്ത യുദ്ധങ്ങളുമുണ്ട്. ആ യുദ്ധത്തിന്റെ മൊത്തം ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്? 1800 ആളുകളുടെ എണ്ണമേ പറയുന്നുള്ളൂ. അത് മാക്സിമം ആണ്. 1200 എന്ന് പറഞ്ഞ ചരിത്രകാരന്മാരുണ്ട്. അൽ ബിദായത്തു വന്നിഹായ, താരീഖ് തൊബരി ഒക്കെ 1400 പറയുന്നത്. അതല്ല, 1800 തന്നെ എടുത്തോളൂ. എന്നാൽ തന്നെ 23 കൊല്ലം നടന്ന യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണമാണ് 1800. 1-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ്? കോടിക്കണക്കിനാണ്. 2-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ്? 5 കോടി ചില്ലാനം ലക്ഷങ്ങളാണ്. മുഹമ്മദ് നബിയുടെ കൈകൊണ്ട് എത്ര ആൾ മരിച്ചു അത് പറയാ? 4 ആൾ മരിച്ചോ? 3 ആൾ മരിച്ചോ? ഒരാൾ മാത്രമാണ്. ഈ ഇത്ര യുദ്ധം നടന്നിട്ട് ഒരാളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. ഇസ്ലാമിലെ യുദ്ധങ്ങളെല്ലാം നീതിപൂർവമായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോടാണ് അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടത്. വെറുതെ യുദ്ധം നിങ്ങൾ തുടങ്ങരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരുപാട് യുദ്ധത്തിൽ, ഇസ്ലാമിക യുദ്ധത്തെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വാളേന്ത്യ പ്രവാചകൻ എന്നത് ഒരു തെറ്റായ സന്ദേശമാണ്.
അത് തെറ്റാണെന്നുള്ളത് ഓറിയന്റലിസ്റ്റുകളാണ് ആദ്യമായി വലത്തെ കയ്യിൽ വാളും ഇടത്തെ കയ്യിൽ ഖുർആനും എന്ന് പറഞ്ഞ ഓറിയന്റലിസ്റ്റുകൾ പിന്നീട് ഇസ്ലാമിക ചരിത്രം വസ്തുനിഷ്ഠമായി എഴുതിയപ്പോൾ അവർ തന്നെ അത് തിരുത്തി വാളുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമില്ലാത്തൊരു പ്രദേശമല്ല. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇസ്ലാമുണ്ട്. ഇസ്ലാമില്ലാത്തൊരു ഭൂഖണ്ഡമില്ല, ഒരു പ്രദേശമില്ല. അവിടെ ഒന്നും ഇസ്ലാമിക അധിനിവേശങ്ങളും നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ മുസ്ലിങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായി? ദിവസം മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനായിരുന്നു ആദ്യം ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നത്. ഇന്ന് ബ്രിട്ടൻ ഖേദിക്കുകയാണ്. അടുത്ത ഭാവി ഇസ്ലാമിൻ്റേതായിരിക്കുമോ ബ്രിട്ടൻ എന്നതിലെ ആശങ്കയാണ് ബ്രിട്ടൻ്റേത്. അത്രയും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മറ്റു മതങ്ങളുടെ ദേവാലയങ്ങളും ക്ഷത്രങ്ങളുമൊക്കെ പൂട്ടുമ്പോൾ മുസ്ലിങ്ങളുടെ പള്ളികൾ കൂടിക്കൂടി വരികയാണ്. ഇത് ബ്രിട്ടൻ്റെ ചരിത്രം മാത്രമാണ്. അവിടൊക്കെ എവിടെയാ വാളുള്ളത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശം ആളുകൾ സ്വീകരിക്കുകയാണ്. അതിന് കുറെ കാരണം യുക്തിവാദികളും ഫാസിസ്റ്റുകളും ഈ വെറുപ്പുൽപാദിപ്പിക്കുന്ന കാസക്കാരും യുക്തിവാദികളുമൊക്കെ ഇസ്ലാമിനെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ആളുകൾ മറുതലക്ക് ഇസ്ലാം പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തലക്ക് ആക്ഷേപവും മറുതലക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അന്വേഷണവുമാവുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ആളുകളാണ് ഇസ്ലാമിലേക്ക് കൂടി വരുന്നത്. അതിൻ്റെ തഫ്സീറിൽ കാണാം, മുഹമ്മദ് നബിയുടെ ദിക്ർ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിങ്ങളെ നാവ് കൊണ്ട് മാത്രമല്ല, മുസ്ലിങ്ങൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, അവിടുത്തെ ദിക്ർ ഇങ്ങനെ പറയുന്നതാണ്. അതവിടെ വിട്ടേക്കൂ. പ്രവാചകനെ നിന്ദിക്കുവാൻ വേണ്ടിയും ആക്ഷേപിക്കുവാൻ വേണ്ടിയും അധിക്ഷേപിക്കുവാൻ വേണ്ടിയും വിമർശകരും ഇന്ന് പ്രവാചകനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പ്രവാചകനെ നോക്കൂ, ഇസ്ലാം കാലഹരണപ്പെട്ടുപോയി എന്ന് പറയുന്ന ആളുകൾ ഇന്നും 1400 വർഷം കഴിഞ്ഞിട്ടും പ്രവാചകന്റെ ചരിത്രം പഠിക്കേണ്ടി വരുന്നത് തന്നെ വാളേന്ത്യ പ്രവാചകൻ എന്നുള്ളത് അവർ തന്നെ നിഷ്ഠൂരമായി അല്ലെങ്കിൽ കള്ളിക്കളയുക എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വാഹിർ കലാമി ഹാദാ. അസ്സലാമു അലൈക്കും. ടി എമ്മിനോടാണ് ചോദ്യം. മുഹമ്മദ് നബി കൊണ്ടുവന്ന വേദഗ്രന്ഥം എന്ന് പറയുന്ന ഖുർആനിൽ കാണുന്ന ചില സൂക്തങ്ങളിൽ പുരുഷന്മാർക്കുള്ള സുഖങ്ങളെ സൂചിപ്പിക്കുന്ന വർണ്ണനകൾ കാണുന്നു. ഇതൊരു പുരുഷ കേന്ദ്രീകൃത വായനയായിട്ട് കണ്ടുകൂടെ? സ്ത്രീകളെ സുഖോപകരണമാക്കുന്നത് ഇകഴ്ത്തലല്ലേ? ഇതിൽ ഇങ്ങനെ പറഞ്ഞത് എവിടെയാണ് എന്ന് പരാമർശിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സ്വർഗത്തെക്കുറിച്ച പരാമർശങ്ങൾ ആയിരിക്കും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നതാണ്. സ്വർഗത്തിൽ ഒന്ന് സ്വർഗമാണ് അല്ലേ, ഇവിടുത്തെ ദുനിയാവിലെ കാര്യമല്ല, വേറെ ലോകത്തെ കാര്യമാണ്. അതൊന്നും വളരെ കൃത്യതയിൽ ആസിറ്റീസ് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ സൂചനകൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇനി അത് വെച്ചിട്ടാണ് തർക്കം, പറഞ്ഞു വെച്ച് തന്നെയാണ് തർക്കം എന്നാണെങ്കിൽ അല്ലേ, അവിടെ വസവ്വജിനാഹും, നാം അവർക്ക് ഇണകളായി നൽകും, ബിഹൂറിൻ അയീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗകന്യകകളെ ഇണകളായിട്ട് നൽകും. അപ്പം ഇണ ഏകപക്ഷീയമായിട്ട് നടക്കൂലല്ലോ അല്ലേ. ഇണ എന്ന് പറയുന്നത് എന്താണ്? ആണും പെണ്ണും ചേർന്നാണ്. സ്വർഗ ലൈംഗികത എന്തായാലും ഇസ്ലാമിലില്ലല്ലോ. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ട്, ലൈംഗികതയുടെ കാര്യത്തിൽ ഏത് സാഹിത്യം, മനുഷ്യർ രചിച്ച സാഹിത്യം പരിശോധിച്ചാലും അതിൽ ശാരീരിക വർണ്ണനകൾ, ലൈംഗികത എപ്പോഴും സ്ത്രീയും പുരുഷനും ചേർന്നതാണ് അല്ലേ, പക്ഷെ അതിൽ ശാരീരിക അംഗപ്രത്യംഗ വർണ്ണന എന്ന് പറയുന്നത് ആരുടെ കാര്യത്തിലാണ് ഉണ്ടാവാറ്? സ്ത്രീയുടെ കാര്യത്തിലാണ്, പുരുഷൻ്റെ കാര്യത്തിലല്ല. പുരുഷൻ്റെ ലൈംഗിക ആകർഷണീയത വേറെ ഒന്നാണ്, സ്ത്രീയുടേത് വേറെ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീ വിരുദ്ധമല്ല അല്ലേ. ഒരു സ്വാഭാവിക കാര്യം എങ്ങനെയാണ് ഒരു വിഭാഗത്തിനെതിരായ കാര്യമായിട്ട് മാറുക എന്നതാണ്. അപ്പോൾ ഇത്
ഇത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് ആദ്യം തീരുമാനിച്ചു വെച്ചിട്ട് ഖുർആനിലേക്ക് നോക്കുന്നതിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ ആ തീരുമാനം മാറ്റിയിട്ട് മനുഷ്യൻ്റെ യഥാർത്ഥ പ്രകൃതി അല്ലെ, പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയെ നോക്കിക്കാണുന്നത്, പുരുഷൻ്റെ ഒരു പ്രകൃതം, സ്ത്രീ എങ്ങനെയാണ് പുരുഷനെ നോക്കിക്കാണുന്നത് എന്നത് വെച്ചിട്ട് ഖുർആനെ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യൻ്റെ സ്വാഭാവിക മനഃശാസ്ത്രത്തിന് ഇണങ്ങുന്ന രീതിയിലാണ് ഖുർആനിലെ സ്വർഗവർണ്ണനകൾ എന്ന് കാണാൻ കഴിയും. അവിടെ പുരുഷന്മാർക്ക് മാത്രമേ സ്വർഗമുള്ളൂ, സ്വർഗീയാനന്ദങ്ങളുള്ളൂ, സ്ത്രീക്ക് സ്ത്രീയാനന്ദങ്ങളില്ല എന്നല്ല ഖുർആൻ പറയുന്നത്. അത് ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ആര് നന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ, ദക്കറൻ ഉൻസ അല്ലെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവർക്കതിൻ്റെ പ്രതിഫലമുണ്ട്. സ്ത്രീക്ക് സ്ത്രീയുടെ രീതിയിലല്ലേ ലൈംഗികമായ കാര്യത്തിൽ പ്രതിഫലം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം സ്ത്രീക്കും പുരുഷനും പ്രതിഫലമുണ്ട് ഈ എല്ലാ കാര്യത്തിലും സ്വർഗത്തിൽ. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഹൂർലിങ്ങളുടെ കാര്യത്തിൽ അവരെ ഇണയാക്കുമെന്നാണ് ഖുർആൻ പറയുന്ന ഒരു കാര്യം. അംഗപ്രത്യംഗ വർണ്ണന പൊതുവിൽ സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും തമ്മിൽ അതിൻ്റെ മനഃശാസ്ത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഖുർആനിലും കാണാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മൈക്ക് റെഡിയാണ്. കൈപൊക്കിയാൽ മൈക്ക് വോളണ്ടിയേഴ്സ് നിങ്ങളുടെ അടുത്തെത്തിക്കുന്നതായിരിക്കും. നേരിട്ടും ചോദ്യങ്ങളാകാം. ചോദ്യങ്ങൾ സദസ്സിനാണ് ശരിക്ക് അവസരം. പ്രവാചകന്മാരില്ലെങ്കിലും മനുഷ്യർ നന്മ നിറഞ്ഞവരാകുമല്ലോ, പിന്നെന്തിനാ പ്രവാചകന്മാർ എന്നാണ് അയ്യൂബ് മൗലവിയോട് ചോദ്യം. പ്രവാചകന്മാർ ഇല്ലെങ്കിലും മനുഷ്യന്മാർ നല്ലവരായിരിക്കൂലേ എന്നത് പ്രവാചകന്മാർ ഉണ്ടാവില്ല അല്ലെ ഉണ്ടായിട്ടില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ഔവലുൽ ബഷർ, ആദം മുതൽ മനുഷ്യൻ്റെ തുടക്കം മുതൽ അബുൽ ബഷർ, ഔവലുൽ ബഷർ, അവിടെ മുതൽ തന്നെ പ്രവാചക പരമ്പര ഉണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാർ ഇല്ലാത്തൊരു പ്രദേശമോ സമൂഹമോ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനിൽ കാണുന്ന ഈ നന്മയും നന്മയോടുള്ള പ്രതിബദ്ധതയും ഒക്കെ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇല്ലാത്തൊരു സമൂഹം ഉണ്ടായിട്ടില്ല. നമുക്ക് അന്യനോടുള്ള കരുതൽ, അന്യനോടുള്ള ഗുണകാംക്ഷ, ഇത് പ്രകൃതിയിൽ അങ്ങനെ ഉണ്ടായതല്ല. മനുഷ്യൻ പരിണമിച്ചുണ്ടായതായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. മനുഷ്യൻ മറ്റു ജീവജാലങ്ങളെപ്പോലെ അന്യനോടുള്ള കരുതലൊന്നും ഉണ്ടാവില്ല. അവൻ്റെ നിലനിൽപ്പ് മാത്രമാണ് പ്രധാനം. ഏത് ജീവിയും പരിണമിച്ചുണ്ടായതാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ഇപ്പം സിംഹം എന്താ ചെയ്യുന്നത്? അതിന് വിശന്നാൽ അത് വേട്ടയാടും. ഇങ്ങനെ ഓരോ ജീവിയും, തവളക്ക് പുൽച്ചാടി, പുൽച്ചാടിക്ക് തവള, തവളക്ക് പാമ്പിന് തവള, ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് ഈ പ്രപഞ്ചത്തിൽ. മനുഷ്യനും അതിൻ്റെ ഭാഗമാണെങ്കിൽ മനുഷ്യൻ വേട്ടയാടിയും കൊന്നും കൊല വിളിച്ചും തന്നെയാണ് ജീവിക്കുക. പക്ഷെ അതല്ലാതെ മനുഷ്യനിൽ കാണുന്ന ഈ ഫിത്ര, അല്ലാതെ തന്നെ മനുഷ്യൻ നന്മയോടുള്ളൊരു വാസന, ഇത് പടച്ചോൻ നമുക്ക് പ്രവാചകന്മാരിലൂടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, നമ്മളില്ല എന്ന് പറഞ്ഞാലും. അപ്പോൾ പ്രവാചകന്മാരില്ലാത്തൊരു സമൂഹം വന്നു എന്ന ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം ഉത്ഭവിക്കുന്നത്. ഈ ചോദ്യം ഉന്നയിക്കുന്നവർ പറയേണ്ടത് മനുഷ്യൻ പരിണാമജീവിയാണെന്നാണല്ലോ അവർ പറയുന്നത്. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ചില സവിശേഷതകൾ മനുഷ്യന് കാണുന്നത് എന്തുകൊണ്ട്? അത് അവരാണ് വിശദീകരിക്കേണ്ടത്. പരിണാമത്തിലൂടെ വന്നതാണെങ്കിൽ മനുഷ്യൻ കൊന്നും കൊല വിളിച്ചും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇങ്ങനെ നിഷ്ഠൂരമായാണ് ജീവിക്കേണ്ടത്. അതില്ലാതെ ജീവിക്കുന്നത് എന്തുകൊണ്ട്? പ്രവാചകന്മാരുടെ ഈ സന്ദേശം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. വെള്ളം അടിമ സ്ത്രീയെ വിവാഹത്തിൽ ഏർപ്പെടാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നത് വ്യഭിചാരം അല്ലേ? രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്. അടിമ സ്ത്രീയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കൺസെൻറ്റോടുകൂടി ആണോ അല്ലയോ? അല്ലെങ്കിൽ അത് റേപ്പ് അല്ലേ? അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്
വ്യഭിചാരമല്ലേ എന്നതാണ്. വിവാഹം എന്ന് പറയുന്നത് സ്വതന്ത്രം അല്ലേ, ഒരു സ്വതന്ത്രയും ഒരു സ്വതന്ത്രനും തമ്മിൽ ഉള്ള വിവാഹ കരാറിനാണ് വിവാഹം എന്ന് പറയുന്നത്. ഇനി അടിമയെ വിവാഹം കഴിക്കാം. ഒരു ഉടമക്ക് മോചിപ്പിച്ച് അടിമയെ എന്താക്കാം, ഒരു ഉടമക്ക് വേണമെങ്കിൽ മോചിപ്പിച്ച് വിവാഹം കഴിക്കാം. അല്ലെങ്കിൽ ഒരാൾക്കൊരു അടിമയെ തന്നെയും വിവാഹം കഴിക്കാം. പക്ഷേ ഉടമ അതിന് സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ അടിമ പിന്നെ ആ അടിമയുമായി ആയിട്ട് ഈ ഉടമക്ക് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. ഇത് വ്യഭിചാരമല്ലേ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം വ്യഭിചാരമാകുന്നതിനും അല്ലാതിരിക്കുന്നതിനുമുള്ള മാനദണ്ഡം എന്താണ്? എന്തിനാണ് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത്? വ്യഭിചാരത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കുടുംബം, സമൂഹം, ഭരണകൂടം, സ്വകാര്യ സ്വത്ത് എന്ന പുസ്തകത്തിലെ ആംഗിൾസ് എന്തിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് അറിയോ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഇഷ്ടമില്ലാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മഹാവ്യഭിചാരമാണ്. ആ സ്വഭാവത്തിലുള്ള ചോദ്യം താഴെ വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അത് പല സംസ്കാരങ്ങളിൽ പലതാണ്. അങ്ങനെ വ്യഭിചാരം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കാര്യമുണ്ടോ? ഇത് വ്യഭിചാരമല്ലേ എന്ന് ചോദിക്കുന്നത് ഏത് ബേസിൽ നിന്നിട്ടാണ്? ഇവിടുത്തെ ഒരു സെക്കുലർ ലിബറൽ ബേസിൽ വ്യഭിചാരമുണ്ടോ? റൈപ്പുണ്ട്, വ്യഭിചാരമുണ്ടോ? കൺസെന്റോടുകൂടി പ്രായപൂർത്തിയായ രണ്ടാളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഇത് വ്യഭിചാരാണോ? അതിനെന്തിനാ വ്യഭിചാരം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ വ്യഭിചാരം എന്ന കോൺസെപ്റ്റ് എവിടുന്നാണ് എടുക്കുന്നത്? ഇസ്ലാം എന്ന് വ്യഭിചാരം എന്ന കോൺസെപ്റ്റ് എടുത്തിട്ടാണോ ഈ ചോദിക്കുന്നത്? ലിബറലിസത്തിൽ നിന്ന്, സെക്കുലറിസത്തിൽ നിന്നാണോ നിങ്ങൾ ഈ കോൺസെപ്റ്റ് എടുക്കുന്നത്? സെക്കുലറിസത്തിൽ നിന്നാണെങ്കിൽ, ലിബറലിസത്തിൽ നിന്നാണ്, അവിടെ അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. ഇസ്ലാമിലാണ് നിന്നാണെങ്കിൽ ഇസ്ലാമിൽ വിവാഹത്തിലൂടെ ഉള്ള സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം വ്യഭിചാരമല്ല. അടിമയും ഉടമയും തമ്മിലുള്ള ശാരീരിക ബന്ധവും വ്യഭിചാരമല്ല. അത് ഒരു അതിര് കെട്ടിയിട്ടുള്ള ബന്ധമാണ്. ഒരു അതിരുണ്ടതിന്, എങ്ങനെയും ആകാൻ പറ്റില്ല, അതിനൊരു അതിര് നിശ്ചയിച്ചിരിക്കുന്നു. ഓക്കെ. അടിമക്ക്, ഒരു ഉടമക്ക് അടിമയെ കിട്ടുന്നത് യുദ്ധത്തിലാണെങ്കിൽ ഭരണകൂടം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. അതിനാണ് അതിലെ വിവാഹം എന്ന് പറയുന്നത്, അതിൻ്റെ നിക്കാഹ് അതാണ്. ഇനി കൺസെന്റ് ഇല്ലാതെ അടിമയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്താ? റൈപ്പല്ലേ? കൺസെന്റ് ഇല്ലാതെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ? ഇതെങ്ങനെയാണ് നിശ്ചയിക്കുക അല്ലേ? ഇത് കൺസെന്റ് എന്ന് പറയുന്നത് വീട്ടിൽ മുദ്രപത്രം വാങ്ങി വെക്കുക, ഇങ്ങനെ രണ്ടാളും ഒപ്പൊക്കിടുക, എന്നിട്ട് നടക്കുന്നൊരു കാര്യമാണോ? നടത്തേണ്ട കാര്യമാണോ? ഈ കൺസെന്റ് എന്തൊരു പുതിയ ആശയമാണ്. ആ ആശയത്തിന് യഥാർത്ഥത്തിൽ വിവാഹമായിട്ടല്ല ബന്ധം. കൺസെന്റ് വിവാഹത്തിൽ തന്നെ ആവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രായപൂർത്തിയായ ആണും പെണ്ണും തമ്മിൽ കൺസെന്റ് ഉണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യാം. ആ കൾച്ചറിൽ നിന്നാണ് ഈ കൺസെന്റ് എന്ന ആശയം വരുന്നത്. അതേസമയം സ്ത്രീയെ കൂടി ഭാഗവാക്കാക്കണം ലൈംഗിക ബന്ധത്തിൽ അല്ലേ? ദൂതിന് അയക്കണം, അവരെ കൂടി അത് ഇൻവോൾവ് ചെയ്യിക്കണം എന്നതിനർത്ഥം റൈപ്പ് ചെയ്യരുതെന്നാണ്. അതേസമയം അതിങ്ങനെ ഈ ലിബറലുകൾ പറയുന്ന കൺസെന്റ് അല്ലെ, കൺസെന്റ് എന്ന ആശയം എത്ര അമൂർത്തവും അവ്യക്തവും ആഭാസവുമാണ് എന്ന് ലിബറൽ ലോകത്ത്, സെക്കുലർ ലോകത്ത് കൺസെന്റിനെ ചൊല്ലി നടക്കുന്ന മീറ്റു, ഇങ്ങനെയുള്ള ഒരുപാട് വിവാദങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്ത് വ്യക്തതയാണ് അതിനുള്ളത്. ഒരു പുരുഷൻ പറയുന്നു, ഞാൻ അവളുമായിട്ട് ഇത് ചെയ്തത് കൺസെന്റോട് കൂടിയാണ്, അവൾ പിന്നെ പറയുന്നു കൺസെന്റ് ഇല്ല. എങ്ങനെ തീരുമാനിക്കുക? എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? എന്താണ് ഇതിൻ്റെ നിർവചനം? അങ്ങനെ അവ്യക്തവും അശ്ലീലവുമായൊരു സങ്കല്പം എടുത്തിട്ട് നിങ്ങൾ ഇസ്ലാമിനോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അത് നിങ്ങളെ ഇസ്ലാമിലുണ്ടോന്ന്? അത്ര അവ്യക്തതയുള്ളതോ അശ്ലീലമായോ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. അത് വെച്ച് ഇതിനെ അളക്കാൻ പറ്റില്ല. ഇത് വേറെ കൾച്ചറാണ്. ഇവിടെ കൺസെന്റ് അല്ല, ഇവിടെ വിവാഹമാണ്. വിവാഹത്തിനകത്ത് അടിമ സ്ത്രീയും ഉടമയുമാണെങ്കിലും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണെങ്കിലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണെങ്കിലും അതിൽ സ്ത്രീയെ കൂടി ഭാഗവാക്കാക്കിക്കൊണ്ടുള്ള ഏർപ്പാടാണ്. അതിൻ്റെ പേര് കൺസെന്റ് എന്നല്ല. അതിന് ഇസ്ലാമിന് വേറെ മര്യാദകളാണ് അതിൽ പഠിപ്പിക്കുന്നത്. കൺസെന്റ് വേറൊരു കൾച്ചറാണ്. അത് അങ്ങേയറ്റത്തെ അവ്യക്തതയുള്ളതും ആഭാസം നിറഞ്ഞതുമായ, ഇപ്പോൾ വെസ്റ്റിലെ യൂണിവേഴ്സിറ്റികൾ കൺസെന്റ് കിറ്റ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീയോട് കൺസെന്റ് ചോദിക്കേണ്ടത്, ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, അത് ഓക്കെ ആണോ അല്ലേ, ഇതൊക്കെ പഠിപ്പിക്കുന്ന കിറ്റുകളുണ്ട് യൂണിവേഴ്സിറ്റികൾ. എത്ര അന്തകളുള്ള കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഖുർആനിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ വിശ്വാസികൾക്ക് മാതൃകയാണ് എന്നുണ്ട്.
ഇപ്പോൾ പ്രവാചകൻ മരിക്കുമ്പോൾ പ്രവാചകന് 9 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ആണ് ഞാൻ വായിച്ചത്. 11 ഭാര്യമാരെ പ്രവാചകൻ കല്യാണം കഴിച്ചിരുന്നു. അതിൽ പ്രവാചകൻ മരിക്കുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരുന്നു. അതേ സമയത്ത് തന്നെ വിശ്വാസികൾക്ക് 4 ഭാര്യമാരെ അനുവദിച്ചുള്ളൂ, കണ്ടീഷനോടുകൂടി. ഇത് ഖുർആൻ പറയുന്ന പ്രവാചകന്റെ ജീവിതം വിശ്വാസികൾക്ക് മാതൃകയാണ് എന്നുള്ളതിൻ്റെ ഖുർആനിൻ്റെ നേരെ വിരുദ്ധമല്ലേ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, പ്രവാചകൻ അനുഭവിച്ച സൗകര്യം വിശ്വാസികൾക്ക് അനുവദിക്കാതിരിക്കുന്നത് അനീതിയല്ലേ? പ്രവാചകൻ മനുഷ്യർക്ക് മാതൃകയാണ്. അത് ഇന്നെഫക്റ്റ് വിശ്വാസികൾക്കാണ് മാതൃകയാവുക. തത്വത്തിൽ അത് പ്രവാചകൻ മനുഷ്യർക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞാൽ ഏത് പൊതുതത്വത്തിനും അപവാദമുണ്ട് എന്നത് ഒരു പൊതുതത്വമാണ്. എന്താണ്? ഏത് പൊതുതത്വത്തിനും എന്തുണ്ടാവും? അപവാദവും ഉണ്ടാകാം. മനുഷ്യർക്ക് ഒരു കൈക്ക് 5 വിരലാണ്. പൊതുതത്വമല്ലേ? അതിൻ്റെ അർത്ഥം 6 വിരലുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ മനുഷ്യനല്ല എന്നാണോ? ആണോ? അല്ല. അതെന്താ കാര്യം? അത് ഒരു പൊതുതത്വത്തിനുള്ള അപവാദമാണ്. പൊതുതത്വത്തിന് അപവാദം ഉണ്ടാകാമെന്നതും ഒരു പൊതുതത്വമാണ്. ഓക്കെ. പ്രവാചകൻ മിക്കവാറും കാര്യങ്ങൾ മാതൃകയാണ്. പക്ഷെ പ്രവാചകന് പ്രത്യേകമായ ചില കാര്യങ്ങളുമുണ്ട്. വഹീ ലഭിക്കുക എന്നത് തന്നെ അതിൽ നമുക്ക് മാതൃകയുണ്ടോ? നമ്മൾ ആത്മീയമായി ഒരുപാട് പരിശ്രമിച്ചാൽ നമുക്ക് നാളെ വഹീ ലഭിക്കും എന്നുണ്ടോ? ഇല്ല. പ്രവാചകത്വം അവസാനിച്ചിട്ടുണ്ട്, ഇനി വേറെ ആർക്കും വഹീ കിട്ടൂല. അല്ലേ? അങ്ങനെ ആര് പറഞ്ഞാലും അത് വസ്തുതയല്ല. ഖാത്തമുൻ നബിയാണ്. രണ്ടാമത്തത്, പ്രവാചകന് മാത്രം നിർബന്ധമായ നിസ്കാരമുണ്ട്, തഹജ്ജുദ്. അത് അങ്ങനെ പ്രവാചകന് മാത്രമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് പ്രവാചകനും നമ്മളും തമ്മിൽ ഏതോ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് പ്രവാചകൻ മാതൃകയല്ല എന്ന വാദം ശരിയല്ല. കാരണം പ്രവാചകൻ നമുക്ക് മാതൃകയാണ് എന്നതാണ് പൊതുതത്വം. ഏത് പൊതുതത്വത്തിനും ചില അപവാദങ്ങൾ ഉണ്ടാകും എന്നതും മറ്റൊരു പൊതുതത്വം മാത്രമാണ്. പ്രവാചകന്റെ വിവാഹം നടന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ പത്നിമാരും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒഴിഞ്ഞു പോകേണ്ടവർക്ക് ഒഴിഞ്ഞു പോകാം, ഇനി ആരൊക്കെയാണോ നിൽക്കുന്നത് അവരെ പിന്നെ പിരിച്ചുവിടാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനും ശേഷമാണ് അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, അവരെ വേറെ ആൾക്ക് വിവാഹം കഴിക്കാനും പറ്റില്ല. ശേഷമാണ് മൊത്തം വിശ്വാസികൾക്ക് ഇസ്ലാം തുടക്കം മുതൽ തന്നെ എന്തല്ല, ആളുകൾക്ക് 4 വിവാഹം അല്ല. അറബികൾക്ക് എത്രയോ എണ്ണം ഭാര്യമാരുണ്ടായിരുന്നു, സഹാബത്തിന് തന്നെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലാണ് അത് 4ആയി പരിമിതപ്പെടുത്തുന്നത്. അതിനു മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി പ്രവാചകന്റെ പത്നിമാരെ അങ്ങനെ പരിമിതപ്പെടുത്തിയാൽ അവർക്കൊരു പുനർവിവാഹ സാധ്യതയില്ല. സഹാബത്തിന്റെ എണ്ണം പരിമിതപ്പെടുത്തിയാൽ കുഴപ്പമൊന്നുമില്ല. 9 ഒരാൾക്ക് 4 എന്ന് പറഞ്ഞാൽ 4 തിരഞ്ഞെടുത്താൽ ബാക്കിയുള്ള ആൾക്ക് വേറെ ആളെ വിവാഹം കഴിക്കാൻ പറ്റും. പ്രവാചക പത്നിമാർക്ക് അത് പറ്റില്ല. അതുകൊണ്ട് അവരെല്ലാം പ്രവാചക പത്നിമാരായി തുടർന്നു. അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനുമാണ്. ചോദ്യത്തിന്റെ അവസാന ഭാഗം, പ്രവാചകന് ലഭിച്ച ഒരു സൗകര്യം മറ്റുള്ളവർക്ക് ലഭിച്ചില്ലല്ലോ. ആ ചോദ്യത്തിലൊരു സൂചനയുണ്ട്. ഈ 9 11 പത്നിമാരുണ്ടാകൽ ഒരു മഹാസൗകര്യമായിരുന്നു, അല്ലേ? അങ്ങനെയല്ല, അല്ലേ? അതിൽ ഖദീജ റളിയല്ലാഹു അൻഹ സ്വാഭാവിക വിവാഹം, പക്ഷേ അവർ പ്രായമുള്ള ആളായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല, ഒരു സ്വാഭാവിക വിവാഹം എന്ന് പറയാം. പിന്നെ വിവാഹം കഴിക്കുന്നത് സൗദ റളിയല്ലാഹു അൻഹയാണ്, അങ്ങേയറ്റം പ്രായമുള്ള ആള്. അങ്ങനെ പ്രവാചകന്റെ വിവാഹങ്ങളെ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം ഒരു പുരുഷന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ ലൈംഗികമായ താല്പര്യങ്ങൾ, അല്ലേ, ഇതുമായി ബന്ധപ്പെട്ടതല്ല. അത് വേറെ പല പശ്ചാത്തലങ്ങളിലൂടെയും ഉണ്ടായിത്തീർന്നതാണ്. അവരെല്ലാം പല രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങളിൽ അന്തഃപുര സ്ത്രീകളെപ്പോലെ അന്നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരികളുടെ ഒരു അന്തഃപുരം റസൂലിനുണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ആ 11 പത്നിമാരുടെയും അവരുടെ സവിശേഷതകളും പശ്ചാത്തലങ്ങളും പരിശോധിച്ചാൽ വ്യക്തമാവും. ഹലോ, നമ്മൾ ഇവിടെ പറഞ്ഞു വരുമ്പോഴേ പൊതുവേ കാണുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഇസ്ലാമിനെ എതിർക്കുന്നവർ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം ഇതുവരെ ചോദിച്ചായിട്ട് കേട്ടിട്ടില്ല. അല്ലാഹ് ഒന്നാണോ തുടങ്ങിയ പ്രാഥമിക, നമ്മളാണെങ്കിൽ അവർ നമ്മളെ കുടുക്കിയിടുന്നത് മുഴുവൻ പെരിഫറലായിട്ടുള്ള
വളരെ അടിമത്തം ദുനിയാവിലേ ഇല്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞ് നമ്മുടെ സമയം അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഖിലാഫത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സൊറാഷ്ട്രിയൻ മതക്കാരായിരുന്ന പേർഷ്യയെയും അതുപോലെ ക്രിസ്ത്യൻ ജൂയിഷ് രാജ്യങ്ങളായിരുന്ന ബൈസന്റൈൻ രാഷ്ട്രങ്ങളെയും മുസ്ലിങ്ങൾ ആക്രമിച്ച് കീഴടക്കുകയാണ് ഉണ്ടായത്, ചരിത്രപരമായി തന്നെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്ത് രാഷ്ട്രീയ, അവർ തിരിച്ചു യുദ്ധം ചെയ്തതുകൊണ്ടോ ആക്രമിച്ചത് കൊണ്ടോ ആയിരുന്നോ, അതായത് പ്രതിരോധമായിരുന്നോ, അതല്ല മതപരമായ കാരണങ്ങളാലായിരുന്നോ എന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. ഇത് ചില ആളുകളുടെ നിന്ന് കിട്ടുന്ന ചോദ്യമാണ്, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ഇസ്ലാമിനെ ഇങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ട് മാത്രമല്ല, റോമും പേർഷ്യയും അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളാണ്. റോമുമായി ഇസ്ലാമിന് റസൂലിനോട് റോം അപമര്യാദയായി പെരുമാറിയ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ ഞാൻ നേരത്തെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, യുദ്ധം ഒരു രാഷ്ട്രീയ ക്രമമാണ് എന്ന് പറഞ്ഞതുപോലെ, അന്നത്തെ ഒരു ഗോത്രമോ ഒരു രാഷ്ട്രമോ മറ്റൊരു ഗോത്രം മറ്റൊരു രാഷ്ട്രവും തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കണമെങ്കിൽ എന്തു വേണം? കരാറുണ്ടാവണം. കരാറ് ഉണ്ടാക്കിയാൽ യുദ്ധമില്ല. കരാറില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആർക്കും ആരുമായും കരാറുണ്ടാക്കാം. ഒരു രാഷ്ട്രവും അല്ലെ ഒരു ഗോത്രവും മറ്റൊരു രാഷ്ട്രവും തമ്മിൽ കരാറില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം യുദ്ധത്തിൻ്റെതാണെന്ന് രണ്ടു കൂട്ടരും പരസ്പരം അംഗീകരിക്കുന്നു. യുദ്ധം പറ്റൂലെങ്കിൽ കരാറുണ്ടാക്കാം. അപ്പുറത്തുനിന്ന് മുൻകൈ എടുത്തിട്ടോ ഇപ്പുറത്തുനിന്ന് മുൻകൈ എടുത്തിട്ടോ കരാറുണ്ടായില്ല എങ്കിൽ രണ്ടു കൂട്ടരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ തമ്മിൽ എപ്പോഴും യുദ്ധം ഉണ്ടാകാം. അവരിങ്ങോട്ടും ആക്രമിക്കാം, ഇവരങ്ങോട്ടും ആക്രമിക്കാം. ആക്രമിച്ചാൽ അതൊരു അപരാധമല്ല, ഓപ്പണാണത്. അപ്പോൾ റസൂല് മദീന രാഷ്ട്രം ഉണ്ടാക്കി, അതൊരു ശക്തിയായി വളർന്നു വരുന്നു. ബദറിൽ ജയിക്കുന്നു, ഉഹദ് കഴിയുന്നു, ഖന്തക്ക് കഴിയുന്നു, മക്ക കീഴടക്കുന്നു. മക്ക കീഴടക്കുന്നതോടുകൂടി അതൊരു വലിയ ശക്തിയായിട്ട് മാറുന്നു. റോമുമായിട്ട് തന്നെ തബൂക്കിൽ ഒരു ചെറിയ ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവുന്നു. റോമാ സാമ്രാജ്യം എന്നാൽ പിന്നെ മുഹമ്മദ് നമുക്കൊരു കരാറിൽ ഏർപ്പെടാം, പ്രശ്നമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചില്ല. പേർഷ്യക്കാർ തീരുമാനിച്ചില്ല. അപ്പോൾ ഓരെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധം യുദ്ധത്തിൻ്റെതാണ്. അത് ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച് റസൂല് ആ രണ്ട് സാമ്രാജ്യങ്ങളെയും, റോമക്കാരെ റസൂല് തന്നെ പരാജയപ്പെടുത്തുന്നതിന് തുടക്കം കുറിച്ചു, പേർഷ്യക്കാരെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും പരാജയപ്പെടുത്തി. അത് നിർബന്ധമായും പരാജയപ്പെടുത്തേണ്ടതായിരുന്നു. കാരണം എന്താ? അന്നത്തെ ലോകത്തെ അടക്കി ഭരിച്ച രണ്ട് സാമ്രാജ്യ ശക്തികളാണവർ. നിങ്ങൾ റോമിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. റോമിൻ്റെ കീഴിലാണ് ഈജിപ്ത്. ഈജിപ്തുകാര് നമ്മളെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. കോപ്റ്റിക് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് പൗരസ്ത്യ സഭാ ക്രിസ്ത്യാനികളാണ്. ഈ റോമക്കാരോ? റോമാണ് കത്തോലിക്ക ക്രിസ്തുമതം, പാശ്ചാത്യ ക്രിസ്തുമതത്തിൻ്റെ ആസ്ഥാനം. എങ്ങനെയാണ് ഈജിപ്തിൽ ഇസ്ലാം കീഴ്പ്പെടുത്തിയത്? അവിടുത്തെ തദ്ദേശീയർ ഇസ്ലാമിനെ സ്വാഗതം ചെയ്തു, ഈ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ. കാരണം എന്താ? നിങ്ങൾ എങ്ങനെയെങ്കിലും വാ, നിങ്ങൾ വന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. റോമക്കാർ ഞങ്ങളെ അടിച്ചമർത്തുകയാണ് നൂറ്റാണ്ടുകളായിട്ട്. ഇന്നും കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വെബ്സൈറ്റ്, ഇപ്പോഴുള്ള വെബ്സൈറ്റിൽ അവർ പറയുന്നുണ്ട്, അവരുടെ പാത്രിയാർക്കീസിന്റെ പേരിലുള്ള ലേഖനം നിങ്ങൾക്ക് ആ സൈറ്റിൽ വായിക്കാം. ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്ക് ആദ്യമായി ഭരണത്തിൽ പങ്ക് നൽകിയത് അംർ ബിൻ ആസ് ആണ്. ആരാ അംർ ബിൻ ആസ്? ഈജിപ്ത് കീഴടക്കിയ മുസ്ലിം പടയാളി, ഉമർ ഖത്താബിന്റെ ഗവർണർ, ഈജിപ്തിലെ ആദ്യത്തെ ഇസ്ലാമിക ഈജിപ്തിന്റെ ഫൗണ്ടർ. തദ്ദേശീയർക്ക് ആദ്യമായിട്ട് ഭരണത്തിൽ പങ്കാളിത്തം നൽകിയത് രാഷ്ട്രീയ കാര്യം. അവർക്ക് അവരുടെ മതമനുസരിച്ച്, അവർ മറ്റേ ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തരാണ്. ആ പൗരസ്ത്യ ക്രിസ്തു മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇസ്ലാം ചെന്ന ശേഷമാണ്. ഒരു സാമ്രാജ്യത്വം അന്നത്തെ മൂന്നാം ലോക രാജ്യങ്ങളെ അടിച്ചമർത്തുമ്പോൾ ആ സാമ്രാജ്യത്വ ശക്തിയിൽ നിന്ന് അന്നത്തെ മൂന്നാം ലോക രാജ്യങ്ങളെ, അന്നത്തെ കോളനികളെ വിമോചിപ്പിക്കുക എന്നത് ഒരു വിമോചക രാഷ്ട്രീയ ശക്തിയുടെ ഒരു ദൗത്യമാണ്. എന്തിനായി നബി വന്നത്? 5 നേരത്തെ നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന നബിയല്ല ഇത്. നിങ്ങളുടെ മുതുകുകളെ ഞെരുക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വന്ന നബിയാണ്. വിശ്വാസികളുടെ മുതുകുകളെ ഞെരുക്കുന്ന ഭാരം മാത്രമല്ല,
ഒരു വിശ്വാസിയല്ലാത്ത ഏത് മനുഷ്യന്റെയും ഏതടിച്ചമർത്തപ്പെട്ടവന്റെയും മുതുകുകളെ ഞെരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മനുഷ്യരുടെ വിമോചകനായ പ്രവാചകനാണിത്. ആ പ്രവാചകൻ സാമ്രാജ്യത്വത്തിനെതിരായ പട നയിക്കും, അതിന്റെ പാഠങ്ങൾ പഠിപ്പിക്കും, അനുയായികളെ ഏറ്റെടുക്കും, സാമ്രാജ്യങ്ങൾ കടപുഴകും, മനുഷ്യര് സ്വതന്ത്രരായിത്തീരും. റിബിഅബ്നു ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞില്ലേ, എന്തിനാ വന്നത്? മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങളോ. മുസ്ലിങ്ങളെ മോചിപ്പിക്കാനല്ല, മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. പേർഷ്യയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും, റോമിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. അവരുടെ കൊടികൾ താഴ്ത്തിക്കെട്ടും, നീതിയുടെ കൊടി ഉയർത്തിക്കെട്ടും, പറത്തും. അതിന്റെ സൽഫലം അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, അത് അനുഭവിക്കാൻ ഈജിപ്തിൽ മുസ്ലിങ്ങളൊന്നുമില്ല. അവിടുത്തെ തദ്ദേശീയർ, അടിച്ചമർത്തപ്പെട്ട പൗരസ്ത്യ ക്രിസ്ത്യാനികൾ, അവരിതിന്റെ സൽഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് അവര് തന്നെ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അതിന് വന്ന ദീനാണിത്. അയ്യൂബ് മൗലവിയോട് അശിദ്ദാഉ അലൽ കുഫാർ, അമുസ്ലിം സമുദായങ്ങളോട് മുഹമ്മദ് നബിയുടെ സമീപനം പരുഷമായിരുന്നു എന്നല്ലേ ഈ ആയത്ത് പറയുന്നത്? അഷിദ്ദാഉ അലൽ കുഫാർ, കാഫിരീങ്ങളോട് നബി വളരെ കാർക്കശ നിലപാടുള്ള ആളായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. അതേ ഖുർആനിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് അനുഗ്രഹമായിട്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊരു വൈരുദ്ധ്യമായി തോന്നും. കാരണം ഇങ്ങനെയാണല്ലോ ചോദിക്കുന്നത്, അഷിദ്ദാഉ അലൽ കുഫാർ, കാഫിരീങ്ങളോട് നബി കാർക്കശ നിലപാടുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ്. ഇപ്പം നബിയുടെ ജീവചരിത്രം പഠിച്ചു നോക്കിയാൽ അങ്ങനെ കാഫിരീങ്ങളോടൊരു ഷിദ്ദത്ത് കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്നറിയോ? കഫറ എന്ന വാക്കിന് ഖുർആനിൽ ധാരാളം അർത്ഥമുണ്ട്. കർഷകൻ എന്ന അർത്ഥമുണ്ട്, നന്ദി കെട്ടവൻ എന്ന അർത്ഥമുണ്ട്, ശത്രു എന്ന അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം എന്താണെന്നറിയോ? അഷിദ്ദാഉ അലൽ അഅദാ, അദുവ്, ശത്രുവിനോട്, ഇസ്ലാമിനെ തകർക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന അബൂജഹല്, പിന്നെ അങ്ങനെയുള്ള ആളുകളോട് യുദ്ധരംഗത്തായാലും അല്ലാത്ത രംഗത്തും വളരെ കാർക്കശ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. തൻ്റെ ആദർശം, താൻ മുന്നോട്ട് വെക്കുന്ന ഈ ആദർശം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് അങ്ങനെ പതറി അല്ലെങ്കിൽ പേടിച്ച് പിന്മാറുന്നില്ല. ആരെ മുമ്പിലും എപ്പോഴും പറയാൻ, അദുവിൻ്റെ മുമ്പിൽ ശക്തിയുക്തം പറയാൻ കഴിവുള്ള ആളാണ് നബി എന്നാണ്. അഷിദ്ദാഉ അലൽ കുഫാർ, ഈ നബി അങ്ങനെ ഒരു കർക്കശ നിലപാടുകാരനായിരുന്നെങ്കിൽ വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്, ഖുർആനിൽ നബിനെ പറ്റി പറഞ്ഞതാണത്. താങ്കളെങ്ങാനും പരിക്കമുള്ള സ്വഭാവക്കാരനായിരുന്നെങ്കിൽ തങ്ങളെ ചുറ്റുമിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമായിരുന്നു എന്ന് അള്ളാഹു തന്നെയാ പറയുന്നത്. തങ്ങളുടെ ആ തപസ്സുമ്, പുഞ്ചിരി തൂകുന്ന സംസാരം, ആളുകളെ ആകർഷിക്കുന്ന സംസാര ശൈലി, ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ശത്രുവിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം, ശത്രു പോലും അല്ലമീൻ ഇന്നക ലസ്വാദിഖ്, താങ്കൾ സത്യസന്ധനാണ്, നീതിനിഷ്ഠതയിൽ പെരുമാറുന്ന ആളാണെന്ന് പറഞ്ഞ ആളാണ്. ആ നബിനെ കുറിച്ച് ശത്രുക്കൾക്ക് പോലും അഷിദ്ദാഉ അലൽ കുഫാർ, കാഫിരീങ്ങളോട് കാർക്കശം എന്ന ഈ രീതിയിൽ, അതായത് ഒരു പരുക്കനാണ് എന്ന അർത്ഥത്തിലല്ല, ശത്രുവിനോട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും പൂർണ്ണമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അങ്ങ് എന്ന് അള്ളാഹു തന്നെ മുഹമ്മദ് നബിയെ കുറിച്ച് വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതേ ഖുർആനിൽ. മാത്രമല്ല ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ലവലേശം പോലും അനീതിയുണ്ട്, അധർമ്മമുണ്ട്, അസത്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ശത്രുക്കൾക്ക് പോലും സാധിച്ചിട്ടില്ല. എന്തിനേറെ നബിയെ നിഷ്ഠൂരമായി തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും അനുചരന്മാരെയും ക്രൂരമായി മർദ്ദിച്ചിട്ട്
മക്കം ഫതഹ് രക്തം ചിന്താതെ തൻ്റെ കാൽ കീഴിൽ മക്ക വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണം, അൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കിവിടെ പ്രതികാരം ചെയ്യുന്ന പണി നമുക്കില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിരിക്കുന്നു. ആരോടാണ് ഈ പറയുന്നത്? തൻ്റെ എളാപ്പാന്റെ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ മൂക്ക് മുറിച്ച് ചെവി മുറിച്ച് അംഗഭംഗം വരുത്തി, മാത്രമല്ല മരിച്ചു കിടക്കുന്ന ആ ബോഡിയിൽ നിന്ന് കരണ് മാത്രം എടുത്ത് കടിച്ചു തുപ്പിയ ആ ഒരു കൂട്ടമുള്ള ആളുകളോട് അൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളൂ വീട്ടിലേക്ക്. അബീ സുഫിയാന്റെ ഭവനത്തിലും കഅബയിലും ഏതൊരാളും അവരെ വീട്ടിൽ വാതിലടച്ചുകൊണ്ട് നിർഭയത്വത്തിൽ കഴിയുന്നുവോ അവർക്കെല്ലാവർക്കും പൊതുമാപ്പ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകന്റെ സ്വഭാവത്തിൽ ശത്രുക്കൾ പോലും ഒരു ചെറിയൊരു നീരസം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രവാചക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ട് ചോദ്യങ്ങളെ ക്ലബ് ചെയ്യാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് സ്ത്രീകളായി പ്രവാചകന്മാരാരും വരാതിരുന്നത്? അത് പുരുഷാധിപത്യമല്ലേ എന്നതാണ്. പ്രവാചകന്മാരായി സ്ത്രീകളെ എന്തുകൊണ്ട് അള്ളാഹു നിയോഗിച്ചില്ല? അത് പുരുഷാധിപത്യമല്ലേ എന്നാണ്. രണ്ടാമത്തേത്, ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമം എന്നും വിമർശന വിധേയമാണല്ലോ, എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നതാണ്. എല്ലാ കാര്യവും സ്ത്രീ കൂടി ചെയ്യുക, ഇതാണ് പുരുഷാധിപത്യം അല്ലെ, പുരുഷാധിപത്യപരമല്ലേ എന്നാണ് ചോദ്യം. ഇസ്ലാമിൽ പുരുഷൻ്റെ അധികാരമുണ്ട്. ഇത് നബീൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. അല്ലാതെ കുടുംബജീവിതത്തിൽ തന്നെ സ്ത്രീകളുടെ മേൽ പുരുഷന് അധികാരമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, അധികാരമുണ്ട്. അപ്പം പുരുഷൻ്റെ അധികാരം എന്ന് പറയുന്നത് തന്നെ ഒരു ചീത്തക്കാര്യമാണ് എന്ന കാഴ്ചപ്പാട്, എന്ന ലിബറൽ കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. പുരുഷന് കുടുംബജീവിതത്തിൽ അധികാരമുണ്ട്. കുടുംബജീവിതം അങ്ങനെ ഒരു അധികാരമില്ലാത്ത സ്ഥാപനമാകരുത്. രണ്ടാൾ പഠിപ്പിക്കുന്ന ഒരു നഴ്സറി സ്കൂളാണെങ്കിലും അതിൽ ഒരാളെ നമ്മൾ ഹെഡ് മിസ്റ്റസോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിശ്ചയിക്കും. അങ്ങനെ ലോകത്ത് സ്ഥാപനങ്ങൾ നടക്കുന്നുള്ളൂ. കുടുംബമെന്ന ദാമ്പത്യമെന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദി അധികാരി പുരുഷനാണ്. അതിനാണ് നമ്മൾ പുരുഷാധിപത്യം എന്ന് പറയുന്നതെങ്കിൽ ആ പുരുഷാധിപത്യം ഇസ്ലാമിലുണ്ട്. പിന്നെയാണോ നബീൻ്റെ കാര്യം? പക്ഷേ ഇസ്ലാമിൽ ഒരധികാരവും സ്വേച്ഛാധികാരമല്ല. അത് കുടുംബത്തിലെ അധികാരമായിക്കോട്ടെ, രാഷ്ട്രത്തിലെ അധികാരമായിക്കോട്ടെ അല്ലേ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് പ്രസ്താവനകൾ. ഒന്ന്, ഖത്താബിന് യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചത്തുപോയാൽ നാളെ ഉമർ നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അധികാരം അലങ്കാരമല്ല, ഉത്തരവാദിത്തമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ളയെ ഖലീഫ സ്ഥാനത്തേക്ക് നിശ്ചയിക്കാൻ പറഞ്ഞപ്പം വേണ്ട, നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ ഖത്താബിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഒരാൾ മതി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഓക്കെ, ഇനി ഖലീഫയായിട്ട് അപ്പം പുരുഷന് അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ പുരുഷന് തോന്നിയാസം ചെയ്യാൻ അവകാശം ഉണ്ടെന്നല്ല, അത് നീതിപൂർവം നടത്താൻ ഉള്ള ഉത്തരവാദിത്തം സ്ത്രീയുടെയും കുട്ടികളുടെയും ഭാര്യയുടെയും മക്കളുടെയും എല്ലാം ന്യായമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനും അവരെ വളർത്താനും അതിന് അവസരങ്ങൾ ഒരുക്കാനും എല്ലാമുള്ള ഉത്തരവാദിത്തം പുരുഷനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പ്രവാചകനായി നിശ്ചയിച്ചിട്ടില്ല, എല്ലാ കാര്യവും എല്ലാവരും ചെയ്താലേ സമത്വമുള്ളൂ നീതിയാവുള്ളൂ എന്ന വാദം ഇസ്ലാമിനില്ല. എന്തു കാര്യമായാലും കുഴപ്പമില്ല, ആണും പെണ്ണും ചെയ്യണം എന്നാലേ ശരിയാവുള്ളൂ എന്നില്ല. അത് കൂടുതൽ ചെയ്യാൻ കഴിയുക ഒരു കൂട്ടർക്കാണെങ്കിൽ അവർ ചെയ്യട്ടെ, വേറൊരു കാര്യം കൂടുതൽ ചെയ്യാൻ കഴിയുക വേറൊരു കൂട്ടർക്കാണെങ്കിൽ അവർ ചെയ്യട്ടെ എന്നതാണ്. അപ്പോൾ ഒരു പ്രവാചകത്വം പോലെയുള്ള ഒരു വലിയ ഉത്തരവാദിത്തം, അതിന് ശാരീരിക ശക്തിയും എതിരാളികളുടെ അക്രമങ്ങളെയും മർദ്ദനങ്ങളെയും പലതിനെയും നേരിടേണ്ടി വരുന്ന ഒരു കാര്യത്തെ നിർവഹിക്കാൻ കഴിയുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത് ശാരീരിക ശക്തിയെ ആശ്രയിച്ചല്ല, യന്ത്രങ്ങളെയും ഉപകരണങ്ങളെയും ആശ്രയിച്ചാണ്. പുതിയ ലോകത്ത് ഒരു യുദ്ധം പോലും ഇന്ന് വേണമെങ്കിൽ സ്ത്രീക്കും നയിക്കാൻ പറ്റും, കാരണം യുദ്ധം നടത്തുന്നത് കമ്പ്യൂട്ടറാണ്. അങ്ങനെയല്ലാത്ത ഒരു ശാരീരിക ശക്തിക്ക് കൂടി വലിയ പ്രാധാന്യമുള്ളൊരു ലോകത്ത് പുരുഷനുണ്ടായിരിക്കെ സ്ത്രീയെ തന്നെ അയക്കണം, അങ്ങനെ സ്ത്രീയെയും പുരുഷനെയും തുല്യമാക്കണം എന്നൊരു നിർബന്ധവും അള്ളാഹ്ക്കില്ല, റസൂലിനില്ല, ഇസ്ലാമിനില്ല. ഇനി സ്ത്രീ പ്രവാചകനായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട സ്ത്രീകൾ
വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പണ്ടേ ഉണ്ട്, പുതിയൊന്നല്ല. ഇപ്പോൾ ഇബ്നു ഹസം, ലാഹിരി മദ്ഹബിൻ്റെ സ്ഥാപകനായ ഇബ്നു ഹസം മറിയം ബീവിക്ക് വഹീ നൽകിയതിനെക്കുറിച്ച് അവർ പ്രവാചകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും അത് ഇബ്രാഹിം നബിയെപ്പോലെയും മൂസാ നബിയെപ്പോലെയും പോലെ ഒരു പ്രവാചകയല്ല, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ പോലും അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ലിബറൽ സെൻസിബിലിറ്റിയെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. കാരണം മറിയം ബീവി നബിയാണ് എന്ന് പറഞ്ഞാലും അത് ഇങ്ങനത്തെ നബിയല്ലല്ലോ, ഇങ്ങനത്തെ നബി വന്നിട്ടില്ലല്ലോ എന്ന പ്രശ്നം അപ്പോഴും ബാക്കിയുണ്ടാവും. എല്ലാറ്റിലും ഒപ്പിക്കണം എന്നാലേ സമത്വമാവുള്ളൂ എന്ന ഒരു വാശി ഇസ്ലാമിനില്ല. പ്രകൃതം അങ്ങനെയല്ല, പ്രകൃതി അങ്ങനെയല്ല എന്നതാണ്. അനന്തരാവകാശത്തിൻ്റെ അടിസ്ഥാന കാര്യം ഇതാണ്, ആണിനും പെണ്ണിനും തുല്യമാകണം, എന്നാൽ ഒക്കെ റെഡിയാണ്, പിന്നെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വാദം ഇസ്ലാമിനില്ല. പുരുഷനാണ് കൂടുതൽ ചുമതല, പുരുഷനാണ് കൂടുതൽ ഉത്തരവാദിത്തം, അതുകൊണ്ട് പുരുഷന് കൂടുതൽ. അത്ര ഉത്തരവാദിത്വം സ്ത്രീക്കില്ല. യഥാർത്ഥത്തിൽ സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്നിട്ടും സ്ത്രീക്ക് സ്വത്ത് കൊടുത്തത് അത് സ്ത്രീയുടെ ഒരു വ്യക്തിത്വത്തെയും അന്തസ്സിനെയും അഭിമാനത്തെയും ഒക്കെ പരിഗണിച്ചും മാനിച്ചും കൊണ്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നുണ്ടാക്കിയൊരു സമത്വത്തിൻ്റെ സ്കെയിലും വന്നുകൊണ്ട് ഇസ്ലാമിൽ വന്നിട്ട് അവിടെ സമത്വമില്ലല്ലോ ഇവിടെ സമത്വമില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൽ സമത്വമല്ല ഉള്ളത്, ഇസ്ലാമിൽ നീതിയാണ്. നീതി ഉണ്ടാക്കാൻ സമത്വമാണ് വേണ്ടതെങ്കിൽ സമത്വമുണ്ടാവണം. സമത്വമുണ്ടാക്കിയാൽ നീതി ഉണ്ടാവുകയില്ലെങ്കിൽ സമത്വമുണ്ടാക്കരുത്. അടിസ്ഥാന മൂല്യം സമത്വമല്ല, അടിസ്ഥാന മൂല്യം നീതിയാണ്, അടിസ്ഥാന മൂല്യം സമത്വമാണ് എന്നത് ലിബറലുകളുടെ സെക്കുലറുകളുടെ വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് ലോകത്ത് കുടുംബ വ്യവസ്ഥ തകർന്ന് തരിപ്പണമായത്. ഏറ്റവും ലിബറലായ ലോകങ്ങളിലെല്ലാം കുടുംബം തകർന്ന് തരിപ്പണമാവുകയാണ്. മുസ്ലിം ലോകത്ത് കുടുംബം നിലനിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ സമ്പൂർണ്ണ സമത്വ സങ്കല്പം കുടുംബ വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുന്ന അതിൻ്റെ കോഠാലിയായിട്ടുള്ള ഒരു കാര്യമാണ്. നീതി സങ്കല്പം എന്ന് പറയുന്നത് കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ്. കുടുംബം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം സംരക്ഷിക്കപ്പെടുക. അയ്യൂബ് മൗലവിയോടാണ് ചോദ്യം. താങ്കളുടെ യാത്രയിൽ പ്രത്യേകിച്ച് വായനകളിലൊക്കെ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ, ആ പദത്തിൻ്റെ അപകടത്തെ പറ്റി നിങ്ങളുടെ ഒരു വായന എന്താണ്? അത് പ്രത്യേകിച്ച് മറ്റൊരു ഇതിലൊന്നും കാണാത്തൊരു പദപ്രയോഗമാണ് എക്സ് മുസ്ലിം. അപ്പോൾ ഇതിൽ ഒരു ഇസ്ലാമിക് ഫോബിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ വായന എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം വലിയ ഗഹനമായ ചോദ്യമായതുകൊണ്ട് നമ്മുടെ സമയം വളരെ വൈകിയിട്ടുണ്ടല്ലോ. ഇസ്ലാമോഫോബിയയെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. അതിലേക്ക് ധാരാളം നമ്മൾ അത് ചെയ്തു പോയ വീഡിയോകൾ ഇപ്പോൾ മുഹമ്മദ് വേളത്തിൻ്റെയും മുഹമ്മദ് ഷമീമിൻ്റെ ഒക്കെ വീഡിയോ തന്നെ ഉണ്ട്. ഏതായാലും ഈ എക്സ് മുസ്ലിം, ഞാൻ അത് മാത്രം ഒന്ന് പറയാം. എക്സ് ഇപ്പം നമ്മൾ ഒരു എക്സ് മിലിറ്ററി എന്ന് പറയാറുണ്ട്, എക്സ് ഗൾഫ് എന്ന് പറയാറുണ്ട്. അതെന്താ? കുറേ കാലം ഗൾഫിൽ നിന്ന ആൾ ഗൾഫൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന എക്സ് ഗൾഫ് എന്ന് പറയും. മിലിറ്ററി പട്ടാളത്തിലുള്ള ആൾ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന എക്സ് മിലിറ്ററി എന്ന് പറയും. കുറേ കാലം ഇസ്ലാം മതത്തിൽ നിന്നിട്ട് ഇസ്ലാം മതം വിട്ടാൽ അത് എക്സ് മുസ്ലിം. അതേമാതിരി ഹിന്ദു മതത്തിൽ നിന്നും വിടുന്നുണ്ട്, എക്സ് ഹിന്ദു എന്ന് പറയുന്നില്ല. ക്രിസ്തു മതത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആളുണ്ട്, അവൻ എക്സ് ക്രിസ്ത്യാനാകുന്നില്ല, എക്സ് മുസ്ലിം മാത്രമാണ് ഇവിടെ ഉള്ളത്. അതെന്തായിരിക്കും ആ ടേം രൂപീകരിച്ചത്? ഇന്ത്യയിലല്ല ആ വാക്ക് രൂപീകരിച്ചത്, അത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ആദ്യമായി ഈ വാക്ക് കോയിൻ ചെയ്യുന്നത്, എക്സ് മുസ്ലിം എന്നുള്ളത്. അത് മുസ്ലിങ്ങളെ പരിഹസിക്കുവാനും അവരെ പാർശ്വവൽക്കരിക്കുവാനും ഉണ്ടാക്കിയ ചില വേർഡുകളാണ്. അതിൻ്റെ രാഷ്ട്രീയ താല്പര്യം മുസ്ലിങ്ങളെ ആക്ഷേപിക്കുവാൻ, ഞങ്ങളിതാ ഇസ്ലാം മതത്തിൻ്റെ ആളുകളാണ്, മുസ്ലിം പേരുള്ളവരാണ്, ഇസ്ലാം മതം ഇങ്ങനെയാണ്, ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. അതിന് ചില ഹദീസ് നിഷേധികൾ, പിന്നെ ഖുർആനിൻ്റെ ബാഹ്യാർത്ഥം പറയാതെ ആന്തരികാർത്ഥം പറയുന്നവർ, അകംപൊരുൾ ഉൾപ്പൊരുൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്രൂപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ കേരളത്തിലുമുണ്ട്. അത് ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുന്നവർ. വെളിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാനുള്ള മറ്റൊരു പേരാണ് എക്സ് മുസ്ലിം എന്നുള്ള പേര്. രണ്ടിൻ്റെയും ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ്. മുസ്ലിം പേരുള്ള ഒരാൾ ഇസ്ലാമിനെ പഠിക്കാതെ വന്നിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ ഒരാളെ തെറി പറയാൻ, ഒരാളെ ആക്ഷേപിക്കുവാൻ പഠിക്കേണ്ട കാര്യമല്ല.
നേരെ മറിച്ചിട്ട് വിമർശനാത്മകമായി വിലയിരുത്താനാണെങ്കിൽ പഠനം അനിവാര്യമാണ്. അത് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതലുണ്ട്. എല്ലാ നൂറ്റാണ്ടിലും ഇസ്ലാമിനെ വിമർശന ബുദ്ധിയാ നോക്കിക്കണ്ടവരുണ്ട്. അവർക്ക് ഇസ്ലാം തനതായ മറുപടികളും നൽകിയിട്ടുണ്ട്. എന്തിനെതിരെ? ഇപ്പോൾ സാത്താനിക് വേഴ്സ് ചെയ്ത സൽമാൻ റുഷ്ദിയുടെ പുസ്തകം ഇറങ്ങിയപ്പോൾ അതിന് ധാരാളം മറുപടി ഗ്രന്ഥങ്ങൾ ഇവിടെ വന്നു. അയാളുടെ നോവലിൽ പറഞ്ഞ ഓരോരോ പദങ്ങളും ആശയങ്ങളും വസ്തുനിഷ്ഠമായി വിമർശന വിധേയമാക്കി. മുസ്ലിങ്ങൾ അതിന് സജ്ജമാണ്. ബുദ്ധിപരമായും ഭൗതികപരമായും ആശയപരമായും ശക്തരാണ് മുസ്ലിം പണ്ഡിതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവർ ആശയം കൊണ്ട് നേരിട്ടു. എന്നാൽ ഇവരുടെ പണി അതല്ല. പ്രവാചകനെ തെറി പറയുക, പ്രവാചകന്റെ കുടുംബത്തെ അവഹേളിക്കുക. ഇങ്ങനെ ഒരാൾ തുനിഞ്ഞാൽ അതിന് മറുപടി പറയാൻ കഴിയില്ല. ഒരാൾ ഇവിടുന്ന് ഇങ്ങനെ ചീത്ത പറയാൻ കുത്തിരുന്നാൽ നമുക്ക് തിരിച്ച് ചീത്ത പറയാൻ കഴിയുമോ? ചീത്ത പറയാൻ കഴിയില്ല. നേരെ മറിച്ചിട്ട് ഒരു വാദമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ആ വാദത്തിന് വസ്തുനിഷ്ഠമായി കൃത്യമായി മറുപടി പറയാൻ കഴിയും. പക്ഷെ ഇവരുടെ താല്പര്യം അതല്ല. ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇന്ത്യൻ സാഹചര്യം മുസ്ലിങ്ങളെ രാഷ്ട്രീയപരമായി അവഹേളിക്കുകയും നിന്ദിക്കുകയും മുസ്ലിങ്ങളെ നിഷ്ഠൂരമായി യു പിയിലൊക്കെ കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനത്ത് പലതും ഇല്ലാത്തത് ആരോപിച്ച് തല്ലിക്കൊല്ലാണ്. അവർക്ക് ഒരു വടിയും കൂടിയും വെച്ചു കൊടുക്കുകയാണ്. ഈ മുസ്ലിങ്ങൾ താടിയും തൊപ്പിയും വെച്ച് കിടക്കുന്ന ഈ മുസ്ലിങ്ങൾ ഇവർ ചില്ലറക്കാരല്ല, ഇവർ ഭീകരവാദികളാണ്, വർഗീയവാദികളാണ്, ഇവരുടെ ഖുർആൻ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു, ഇവരുടെ പ്രവാചകൻ വാളേന്ത്യ പ്രവാചകനാണ്. ഇങ്ങനെ ഇല്ലാത്തത് ആക്ഷേപിച്ചാൽ ആർക്കാ ഗുണം? അപ്പം ഫാസിസ്റ്റുകൾക്ക് വേണ്ടി ഒത്താശ പണിയും അടിമവേല പണിയും കൂടിയാണ് ഈ എക്സ് മുസ്ലിങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ടി എമ്മിനോട് ലാസ്റ്റ് ചോദ്യമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ സമാപനാണ്. എപ്പോഴോ ഒന്ന് അവസാനിക്കണമല്ലോ. ലാസ്റ്റ് ഉണ്ടോ? യെസ്. അസ്സലാമു അലൈക്കും. പിന്നെ വിവാഹത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ. അപ്പം മുഹമ്മദ് മൗലവിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ഓൺലൈൻ വിവാഹം? അതെവിടെയോ ഖുർആനിലെവിടെയോ പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ച് തരുമോ? ഓൺലൈൻ വിവാഹത്തെക്കുറിച്ച് ഖുർആനിൽ എന്തായാലും ഒന്നുമില്ല. കാരണം ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഓൺലൈൻ ഇല്ലല്ലോ. അപ്പോൾ എനിക്കൊന്നത് നിങ്ങൾ പറഞ്ഞോളി. നിക്കാഹിൻ്റെ ഷർത്തുകളുണ്ട്. ആ ഷർത്ത് പൂർത്തീകരിച്ചുകൊണ്ട് ഓൺലൈനിലും വിവാഹം കഴിക്കാം എന്നാണ്. ആധുനിക ഈജാബ് കബൂലുണ്ടാവണം, അതിന് വധു ഉണ്ടാവണം, വരനും വധുവിൻ്റെ പിതാവും ഉണ്ടാവണം. ഇതൊക്കെ വെച്ചുകൊണ്ട് ഓൺലൈൻ വിവാഹം നടത്താം എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഓൺലൈൻ വിവാഹം എന്നല്ലോ നിക്കാഹാണ് സംഗതി. അത് ഫിസിക്കലായി നടക്കുന്നതിന് പകരം എങ്ങനെ നടക്കുന്നു? ഓൺലൈനായി നടക്കുന്നു എന്നതാണ് അതിലെ കാര്യം. ടി എമ്മിനോട് അവസാന ചോദ്യം. സമന്വയത്തിൻ്റെ പേരിൽ ഖുർആൻ ഏത് നന്മ ഉണ്ടെങ്കിലും മതമേതായാലും നന്മ ചെയ്യലാണ് പ്രധാനം എന്ന് പറയുന്നുണ്ടല്ലോ. ആ നിലക്ക് സർവവേദ സത്യവാദം സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദ്യം. ഈ ലോജിക്കിൽ പ്രിമൈസ് കൺക്ലൂഷൻ എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ രാത്രിയാണ്, അതുകൊണ്ട് നമ്മൾ വെളിച്ചം ഇടണം. ഇതിൽ ഇപ്പോൾ രാത്രിയാണ് എന്നത് പ്രിമൈസാണ്, വെളിച്ചമെടുക്കണം എന്നത് കൺക്ലൂഷനാണ്. മന്തിക്കിൽ ഖലിയ നത്തീജ എന്ന് പറയും. അപ്പോൾ ഈ പ്രിമൈസ് തെറ്റാണെങ്കിൽ അതിൻ്റെ നത്തീജയും തെറ്റായിരിക്കും. അപ്പോൾ ഖുർആനിൽ ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ലല്ലോ, നന്മ മതി എന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇങ്ങനെ സ്വീകരിച്ചുകൂടെ? അതിലെ പ്രിമൈസ് എന്താണ്? തെറ്റാണ്. അങ്ങനെ ഖുർആനിലില്ല. എന്നാൽ ഖുർആനിലുടനീളമുള്ള എന്താണ്? നിങ്ങൾ അള്ളാഹുവിലും പ്രവാചകനിലും പരലോകത്തിലും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. എത്ര ആയത്തുകൾ ഓതാൻ പറ്റും? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. എത്രയോ ആയത്തുകൾ. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം, അള്ളാഹുവിൻ്റെ ഏകത്വം, ഇങ്ങനെ പറയുന്ന അതാണ് ഖുർആൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. പിന്നെ ഒരായത്ത് പറയും, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബീന വന്നസാറ. സൂറത്ത് ബക്രയിലെയും സൂറത്ത് മാഇദയിലെയും ഉള്ള ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയുള്ള, നിങ്ങൾ വിശ്വാസിയാവട്ടെ, ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, സാബിയാകട്ടെ, മന്നാമന ബില്ലാഹി വല്യൗമിൽ ആഖിരി, അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആ രണ്ടായത്ത് മാത്രം എടുത്തിട്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഖുർആനിലെ ബാക്കി എല്ലാത്തിനെയും അങ്ങോട്ട് വ്യാഖ്യാനിക്കും.
ഇതിന് ലോജിക്ക് പറയുക ചെറി പിക്കിംഗ് എന്നാണ് അല്ലേ? നമുക്ക് പറ്റിയ മാത്രം എടുക്കുക ഒന്നിൽ നിന്ന്. ഇതൊരു ന്യായവാദമല്ല, ന്യായ വൈകല്യമാണ്. അങ്ങനെ എന്തെന്നും എടുക്കാൻ പറ്റും, നമുക്ക് പറ്റിയ മാത്രം എടുക്കുക. അങ്ങനെയല്ല ഒരു കാര്യം എടുക്കേണ്ടത്, മൊത്തത്തിലാണ് എടുക്കേണ്ടത്. അല്ലാഹ് ഇപ്പോൾ ഞാൻ ഒറ്റ ആയത്ത് പറയാം. ഈ റോമക്കാരോട് യുദ്ധം ചെയ്തതിനെ കുറിച്ച് നേരത്തെ ഹസ്ബുള്ള മാഷി ചോദിച്ചില്ലേ? റോമക്കാരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന സൂറത്ത് തൗബയിലെ ആയത്തുണ്ട്. അവർ ക്രിസ്ത്യാനികളാണ്, കത്തോലിക്ക ക്രിസ്ത്യാനികളാണ്. ആ ആയത്തിൽ പറയുന്നത് വലാ യുക്മിനൂന ബില്ലാഹി വലാ യുഹജ്ജിമൂന മാ ഹറമല്ലാഹു വറസൂലുഹു വലാ യദീനൂന ദീനൽ ഹഖ്. അവർ അള്ളാഹുൽ വിശ്വസിക്കാത്തവരാണ്, അവർ അള്ളാഹിൻ്റെ ദീനായി കണക്കാക്കാത്തവരാണ്, അള്ളാഹ് ഹറാമാക്കിയത് ഹറാമാക്കാത്തവരാണ്. അതാ ക്രിസ്ത്യാനികൾ, അന്നും ഇന്നുമുള്ള ക്രിസ്ത്യാനികൾ അള്ളാഹുൽ വിശ്വസിക്കുന്നില്ലേ? ഒരു ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നില്ലേ? ദൈവത്തിനും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും യഹോവക്ക് അള്ളാഹു എന്നാണ് പറയുന്നത്. ആ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഖുർആൻ പറയുന്ന അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് കേസ്. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുൽ വിശ്വസിച്ചിട്ടില്ലേ? വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്ന രീതിയിൽ വിശ്വസിച്ചിട്ടില്ല എന്നതാണ് കേസ്. അതുകൊണ്ട് എങ്ങനെ എന്തോ നന്മ ചെയ്താൽ മതി എന്നല്ല, മറിച്ച് ഖുർആൻ വെക്കുന്ന നോംസും കണ്ടീഷൻസും വെച്ച് നന്മ ചെയ്യുന്നവർക്കാണ് മോക്ഷമുള്ളത് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. പക്ഷെ അതിൻ്റെ ആ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാത്ത ഓരോ വ്യക്തിയും സമൂഹവും നരകത്തിലാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ആരും സ്വർഗത്തിലാണ് അല്ലേ? സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു സാഹിബ് അല്ലെ? അങ്ങനെ ആരോ സ്വർഗത്തിലാണെന്നോ ആരോ നരകത്തിലാണെന്നോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരെയും അല്ല ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഏത് ആശയം സ്വർഗത്തിലാണ്, ഏതാശയം നരകത്തിലാണ് എന്ന് പ്രബോധനം ചെയ്യാൻ പ്രവാചകന്മാർ അതിന് ചുമതലപ്പെടുത്തപ്പെട്ടവരാണ്. അത് തന്നെയാണ് പ്രബോധകരുടെയും ബാധ്യത. അതിൽ കോംപ്രമൈസ് ഇല്ല, അതിന് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏതോ വ്യക്തിയോ സമൂഹമോ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യവും നമുക്കില്ല. സാധാരണ അതിനെക്കുറിച്ച് പറയാറുണ്ട്, ആപ്ലിക്കേഷൻ ഫോമിൽ അടിയിൽ എന്തുണ്ടാവും? ഫോർ ഓഫീസ് യൂസ് ഓൺലി അല്ലേ? അത് ഫില്ല് ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഫോം ഇൻവാലിഡ് ആവും. ഇത് അല്ല ചെയ്യേണ്ട കാര്യമാണ്. അത് ഫില്ല് ചെയ്യാൻ ആര് പോകരുത്? നമ്മൾ പ്രബോധകന്മാർ പോകരുത്. സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളാണ്. എന്നാൽ അടിമ സ്ത്രീകളുടെ ഔറത്ത് എവിടം മുതൽ എവിടം വരെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? അത് അല്ല, ഇബ്നുൽ ഖയ്യിം ഒക്കെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സാധാ സ്ത്രീയുടെ ഔറത്ത് തന്നെയാണ് അടിമ സ്ത്രീയുടെയും ഔറത്ത്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊന്മുണ്ടം, നമ്മൾ അബ്ദുൽ അസീസ് പൊന്മുണ്ടം അത് ഫേസ്ബുക്കിൽ വിശദമായിട്ട് എഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അത് ഒരുപാട് പൂർവ്വ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ കാര്യം അതിൽ പറയുന്നുണ്ട്. നന്ദി പ്രകടനത്തിനു വേണ്ടി സോളിഡാരിറ്റി ഏരിയ പ്രസിഡന്റ് ഷാഹിദ് കെയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വെളിച്ചമാണ് തിരുദൂതർ എന്ന വിഷയത്തിൽ കൊടിയത്തൂർ ഏരിയ ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി, SIO, JIO വനിതാ വിഭാഗം മുഹമ്മദ് നബിയും വിമർശകരും എന്ന തലക്കെട്ടിൽ നടത്തിയ ഈ ഒരു പ്രഭാഷണ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്ത ടി മുഹമ്മദ് സാഹിബ്, അയ്യൂബ് മൗലവി, വേദിയിലുള്ള EN ഇബ്രാഹിം മൗലവി, EN റസാഖ് സാഹിബ് തുടങ്ങി വേദിയിലുള്ള പ്രസ്ഥാന നേതാക്കൾക്കും സർവോപരി ഈ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും സംഘാടക സമിതിയുടെ പേരിൽ പ്രാർത്ഥനയും നന്ദിയും അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.